അപ്പൊ ഇന്നേ ദിവസം നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഇൻഷുറൻസിനെ കുറിച്ചാണ്. ലൈഫ് ഇൻഷുറൻസിനെ കുറിച്ചും അതോടൊപ്പം തന്നെ ടേം ഇൻഷുറൻസും ആയിട്ട് ബന്ധപ്പെട്ടുള്ള കുറെ കാര്യങ്ങളാണ് ഇന്നേ ദിവസം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ് ഇങ്ങനത്തെ ഒരു പ്രോഗ്രാമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരാൻ എന്നെ അനുവദിച്ചതിന്. അപ്പൊ നമുക്കൊരു ജസ്റ്റ് ഒരു ചെറിയൊരു കഥ പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഒരു പ്രോഗ്രാം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഞാനിവിടെ പറയുന്ന രണ്ട് കഥാപാത്രങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ നമ്മളുടെ മെയിൻ കഥാപാത്രങ്ങൾ തന്നെയാണ് ജോസിച്ചനും തൊമ്മിച്ചൻ. അപ്പൊ ഇവര് രണ്ടുപേരും വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. ഇപ്പൊ ഇവർക്ക് രണ്ടുപേർക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 35 വയസ്സാണ്. ചെറുപ്പകാലം മുതൽ ഇവര് ഒരുമിച്ച് കളിച്ച് പഠിച്ച് വളർന്ന ആൾക്കാരാണ്. ഏകദേശം ഇവരുടെ കല്യാണം ഒരുമിച്ചായിരുന്നു. ഇപ്പൊ നിലവിൽ അവർക്ക് രണ്ട് മക്കളുണ്ട്, ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും. ഇവിടെ ആകെ വരുന്ന ഒരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ജോസിച്ചിന്റെ മൂത്ത കുട്ടിയാണ് ആൺകുട്ടിയെങ്കിൽ ഇപ്പൊ തൊമ്മിച്ചനെ സംബന്ധിച്ച് ഇളയ കുട്ടിയാണ് ആൺകുട്ടി. അത് മാത്രമാണ് വ്യത്യാസം. അപ്പൊ ഇവര് വളരെ ലീഡിംഗ് ആയിട്ടുള്ള ഒരു ഒരു പ്രൈവറ്റ് കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണ്. ഇപ്പൊ ഏകദേശം 1 ലക്ഷത്തോളം രൂപ ഇവർക്ക് മാസ സാലറി ഉണ്ട്. അപ്പൊ ഇവര് ഇങ്ങനെ അത്യാവശ്യം നല്ല രീതിയിൽ ജീവിച്ചു പോന്നു. ഈയിടെ അവര് അത്യാവശ്യം അവരെ ഒരു സ്വപ്ന ഭവനം പണിതു. അപ്പൊ ഭവനം പണിത് കഴിഞ്ഞപ്പോഴേക്കും ഏറ്റവും അവസാനം ഏകദേശം ഒരു 10-30 ലക്ഷം രൂപയോളം ഹോം ലോൺ എടുക്കേണ്ട ഒരു സാഹചര്യം ഇവർക്ക് രണ്ടുപേർക്കും വന്നു. അങ്ങനെ ഇവര് ഭംഗിയായിട്ട് പോകുന്നു. ഇതില് ജോസിച്ചൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഇപ്പോ ലൈഫ് ഇൻഷുറൻസിൽ ഒരു 50,000 രൂപയോളം ഇദ്ദേഹം ഇയർലി പ്രീമിയം അടക്കുന്നുണ്ട്. തൊമ്മിച്ചനാണെങ്കിൽ 50,000 ഒന്നും പ്രീമിയം അടക്കുന്നില്ല. ഏകദേശം തൊമ്മിച്ചൻ ഇപ്പൊ ഒരു 30,000 രൂപ മാത്രമേ പ്രീമിയം അടക്കുന്നുള്ളൂ. അപ്പൊ ഇങ്ങനെ ഇവരിപ്പോ സാധാരണ രീതിയിൽ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് രണ്ടുപേരും വർക്ക് ചെയ്യുന്നത് ഒരു ഒറ്റ ഓഫീസിൽ തന്നെയാണ്. അങ്ങനെ സാധാരണ ഇവര് അടുത്തടുത്ത് താമസിക്കുന്നത് കൊണ്ട് തന്നെ ഇവര് ഇന്ന് ഇപ്പൊ ജോസിച്ചന്റെ വണ്ടിക്കാണ് പോകുന്നതെങ്കിൽ നാളെ ഇവർ ചെയ്യുന്നത് ഇപ്പൊ തൊമ്മിച്ചന്റെ വണ്ടിക്കായിരിക്കും പോകുന്നത്. അങ്ങനെയാണ് ഇവര്, കാരണം എല്ലാ കാര്യത്തിലും ഭയങ്കര കോപ്പറേറ്റീവായിട്ട് പോകുന്ന വ്യക്തികളാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു സുപ്രഭാതത്തിൽ ഇവര് ജോലിക്ക് പോകുന്ന സമയത്ത് ഇവർക്കൊരു ആക്സിഡന്റ് പറ്റി. തൽക്ഷണം ഇവര് രണ്ടുപേരും മരിച്ചു. രണ്ടുപേരും മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഈ രണ്ട് കുടുംബത്തിന്റെ അവസ്ഥ ടോട്ടൽ ഡിഫറെന്റ് ലെവലിലേക്ക് പോകുന്നത്. ഇപ്പം നേരത്തെ നമ്മൾ മനസ്സിലാക്കി, അതായത് രണ്ടുപേർക്കും രണ്ട് കുട്ടികളാണ്, ചെറിയ കുട്ടികളാണുള്ളത്. ഒരാൾക്ക് 1 വയസ്സും ഒരാൾക്ക് 3 വയസ്സും. പിന്നെ അതോടൊപ്പം തന്നെ ഇവിടെ ജോസിച്ചൻ 50,000 രൂപ പ്രീമിയം അടക്കുന്നുണ്ട്. തൊമ്മിച്ചൻ ആകെ 30,000 രൂപ ലൈഫ് ഇൻഷുറൻസിന് വേണ്ടി പ്രീമിയം അടക്കുന്നുള്ളൂ. പക്ഷെ ഇവർ രണ്ടുപേരും എടുത്തിരിക്കുന്ന പോളിസി ടോട്ടലി ഡിഫറെന്റ് ആവും. അതായത് ഈ ജോസിച്ചൻ 50,000 രൂപ പ്രീമിയം അടച്ചുകൊണ്ട് എടുത്തിരിക്കുന്ന പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എൻഡോമെന്റ് പോളിസി ആയിരുന്നു. ഈ 50,000 രൂപക്ക് അദ്ദേഹത്തിന് ആകെ കവറേജ് കിട്ടിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 ലക്ഷം രൂപയുടെ കവറേജ് മാത്രം. അതേസമയം ഇപ്പൊ തൊമ്മിച്ചൻ എടുത്തിരിക്കുന്ന ഒരു പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ടേം ഇൻഷുറൻസ് ആയിരുന്നു. അപ്പൊ അദ്ദേഹം പ്രീമിയം വെറും 30,000 രൂപ അടക്കുന്നുള്ളെങ്കിൽ പോലും അദ്ദേഹത്തിനെ സംബന്ധിച്ച് ഏകദേശം 2 കോടി രൂപയുടെ ലൈഫ് ഇൻഷുറൻസ് കവറേജ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവര് രണ്ടുപേരും മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞപ്പോഴും കൂടുതൽ പ്രീമിയം അടച്ച ഇപ്പൊ ജോസിച്ചന് ഇപ്പൊ ഇൻഷുറൻസ് കവറേജ് ആയിട്ട് അവർക്ക് കിട്ടിയ എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 ലക്ഷം രൂപയാണ്. അതേസമയം തൊമ്മിച്ചനെ സംബന്ധിച്ച് വെറും 30,000 രൂപ ഇയർലി അടച്ചല്ലെങ്കിൽ പോലും തൊമ്മിച്ചനെ സംബന്ധിച്ച് തൊമ്മിച്ചന്റെ ഫാമിലിക്ക് കിട്ടിയത് 2 കോടി രൂപയാണ്. അപ്പൊ ഈ 2 കോടി രൂപ വെച്ച് ഇപ്പൊ തൊമ്മിച്ചന്റെ ഫാമിലി എന്ത് ചെയ്തു? ഇപ്പൊ 30 ലക്ഷം രൂപ ഉണ്ടായിരുന്ന ഹോം ലോൺ തീർത്തു. അപ്പൊ ബാക്കി പിന്നെയും 1,70,00,000 രൂപ ഉണ്ട്. അതിൽ ഏകദേശം 1 കോടി രൂപ ഇവരെ സംബന്ധിച്ച് ഒരു മന്ത്ലി ഇൻകം കിട്ടുന്ന രീതിയിലുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് ബാക്കി 70 ലക്ഷം രൂപ മക്കളുടെ ഹയർ എഡ്യൂക്കേഷൻ പിന്നെ മോളുടെ മാരേജ് ഇതിനെല്ലാത്തിനുമായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടു. അതേസമയം ജോസിച്ചിന്റെ അവസ്ഥ എന്താണ്? ടോട്ടലി ഡിഫറെന്റ് ആണ്. കാരണം ആകെ ഈ ഇങ്ങനത്തെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞപ്പോൾ ആകെ കിട്ടിയത് വെറും 10 ലക്ഷം രൂപയാണ്. ഈ 10 ലക്ഷം രൂപ വെച്ച് ലോൺ പോലും തീർക്കാൻ പറ്റാത്ത അവസ്ഥ. കാരണം 30 ലക്ഷം രൂപയുടെ ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ട്. ഈ 10 ലക്ഷം രൂപ വെച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതോടെ ജോസിച്ചന്റെ കുടുംബത്തിന്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പരിതാപകരമായ ഒരു അവസ്ഥയിലേക്ക് എത്തി. അതേസമയം തൊമ്മിച്ചന്റെ കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഇങ്ങനത്തെ ഒരു അവസ്ഥ വന്നെങ്കിലും, അതായത് അദ്ദേഹത്തിന്റെ ഒരു ഫിസിക്കൽ പ്രസൻസ് അവിടെ നഷ്ടപ്പെട്ടെങ്കിൽ പോലും ഫിനാൻഷ്യലി അവർ അത്യാവശ്യം വളരെ നല്ല ഒരു അവസ്ഥയിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ സാധിച്ചു. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നേ ദിവസം നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ലൈഫിൽ, ഇപ്പൊ എന്നെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ എനിക്ക് ഇവിടെ വളരെ അഭിമാനത്തോടെ പറയാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, സപ്പോസ് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഏകദേശം ഒരു 2.5-3 കോടി രൂപയെങ്കിലും ഒരു ഇൻഷുറൻസ് കവറേജ് ആയിട്ട്, ഇൻഷുറൻസിൽ നിന്ന് മാത്രം എനിക്ക് ഏകദേശം ഒരു 2.5-3 കോടി രൂപയെങ്കിലും എനിക്ക് കിട്ടും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ എനിക്ക് എന്തെങ്കിലും നാളെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാലും എൻ്റെ ഫാമിലി ഫിനാൻഷ്യലി പ്രൊട്ടക്റ്റഡ് ആണെന്നുള്ള ഒരു ആത്മവിശ്വാസം എന്നെ സംബന്ധിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്നേ ദിവസം നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ടേം ഇൻഷുറൻസിനെ കുറിച്ചും അതോടൊപ്പം തന്നെ ഞാൻ കണ്ട വളരെ മികച്ചൊരു പ്രൊഡക്റ്റ് ഇന്ന് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ വേണ്ടി റെബിൻ സാർ വന്നിട്ടുണ്ട്. അദ്ദേഹം മാക്സ് ന്യൂയോർക്ക് ലൈഫ് എന്ന് പറഞ്ഞ ലൈഫ് ഇൻഷുറൻസ് കമ്പനിയുടെ IMF ചാനലിന്റെ ഇപ്പൊ കേരള റീജിയൻ ഹെഡാണ്. അപ്പൊ എന്തുകൊണ്ട് മാക്സ് ന്യൂയോർക്ക് ലൈഫ് ഞാൻ ഇപ്പൊ തെരഞ്ഞെടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിന് ഏറ്റവും പ്രധാനമായിട്ട് ഒരു ഇൻഷുറൻസ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ ആണ്. ഇതിപ്പോ എക്കണോമിക് ടൈംസിൽ ഇപ്പൊ 2024 മാർച്ചിൽ വന്ന ഒരു റിപ്പോർട്ടാണ് ഇത്. റിപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇപ്പൊ നിലവിൽ ഇന്ത്യയിലുള്ള ഏറ്റവും ലീഡിംഗ് ആയിട്ടുള്ള ഇൻഷുറൻസ് കമ്പനികളിലെല്ലാം ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ എത്രത്തോളം ഉണ്ട് എന്നതിനെ കുറിച്ചുള്ള, അതായത് കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ എത്രത്തോളം ക്ലെയിം ആണ് ഇവർ സെറ്റിൽമെന്റ് ചെയ്തത് എന്നതിനെ കുറിച്ചുള്ള റിപ്പോർട്ടാണ്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഇപ്പൊ ഇതിൽ ഏറ്റവും നമ്പർ 1 പൊസിഷനിൽ നിൽക്കുന്ന ഒരു കമ്പനി മാക്സ് ലൈഫാണ്. അതായത് ഇവരെ സംബന്ധിച്ച് 19,659 ക്ലെയിംസ് ആണ് വന്നത്. അതിൽ 19,563 ക്ലെയിംസും അവർ സെറ്റിൽമെന്റ് ചെയ്തു. ഇവരുടെ ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 99.51% ആണ്. അതേസമയം ഇപ്പൊ സെക്കൻഡ് ഏറ്റവും കൂടുതൽ ക്ലെയിം സെറ്റിൽമെന്റ് ചെയ്തേക്കുന്ന HDFC ലൈഫാണ്. അവർ 99.39 ആണ്. ഇതിൽ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പൊ LICയുടെ ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ 98.52% ആണ്. ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ SBI ലൈഫിന്റെ 97% ആണ്. പിന്നെ അതോടൊപ്പം തന്നെ ICICI പ്രൂഡൻഷ്യലിന്റെ 95% ആണ്. ഇതുപോലെ ഇന്ന് ഇന്ത്യയിലുള്ളതിൽ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ക്ലെയിം സെറ്റിൽമെന്റിൽ നമ്പർ 1 പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ് മാക്സ് ന്യൂയോർക്ക് ലൈഫ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ച് ഒരു ക്ലെയിം സെറ്റിൽമെന്റ് എന്നത് ഇൻഷുറൻസിനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതിൽ നമുക്ക് അത്യാവശ്യം വളരെ കൺസിസ്റ്റന്റ് ആയിട്ട് ഏറ്റവും ടോപ്പായിട്ട് ക്ലെയിം സെറ്റിൽമെന്റ് ചെയ്യുകയും അതോടൊപ്പം തന്നെ ഒരു ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ടുള്ള കാരണം മെജോറിറ്റി ഇപ്പം നമ്മളെ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ NRIസും അങ്ങനെയുള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ അവർക്ക് ഇപ്പം നോർമൽ അവർ നാട്ടിലില്ലാത്ത സമയത്ത് പോളിസി എടുക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ട് പല സമയത്തും അനുഭവപ്പെടാറുണ്ട്. അപ്പോൾ അതിനൊക്കെ എങ്ങനെ ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ സാധിക്കും എന്നതിനെ കുറിച്ചെല്ലാം ഇപ്പൊ റെബിൻ സാറ് ഇന്നേ ദിവസം നമ്മളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇപ്പൊ ഇദ്ദേഹത്തിനെ കുറിച്ച് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 19 വർഷം, അതായത് ഇദ്ദേഹം ബേസിക്കലി MBA ഇൻഷുറൻസ് ആണ് ഇദ്ദേഹം പഠിച്ചത്. അതിനുശേഷം 2005 തുടങ്ങി 2024 വരെ, അതായത് 19 വർഷം ഇൻഷുറൻസ് മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ ഇതിനേക്കാൾ ഒരു മികച്ചൊരു വ്യക്തിയെ ഇപ്പൊ തൽക്കാലം നമുക്ക് ഇവിടെ അവതരിപ്പിക്കാൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ റെബിൻ സാറിന് നമ്മളെ സംബന്ധിച്ച് ഇൻഷുറൻസ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള ബാക്കി കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്യുന്നതിന് വേണ്ടി സാറിനെ ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നു. ഈ ഒരു അവസരം തന്ന പ്രിമിഷൻ ആൻഡ് പ്രിമിഷൻ ടീമിനെ താങ്ക് യു വെരി മച്ച് ഫോർ ഗിവിംഗ് ദിസ് ഓപ്പർച്യൂണിറ്റി. സോ അദ്ദേഹം സ്റ്റാർട്ട് ചെയ്ത ഒരു പോയിന്റിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങളെല്ലാം ആരുടെ ഡിസിഷനിലൂടെയാണ് നിങ്ങൾ നീങ്ങുന്നത്? 2 ക്യാരക്ടർ അദ്ദേഹം ഇവിടെ പ്രൊജക്ട് ചെയ്ത് കാണിച്ചിരുന്നു. ഒന്ന് തൊമ്മിച്ചനും ഒന്ന് ജോസിച്ചനും, 2 പേരാണ് അദ്ദേഹം പ്രൊജക്ട് ചെയ്തത്. ഇതിൽ ആരുടെ കൂടെ ആയിരിക്കും നിങ്ങളുടെ ഡിസിഷൻ വരുന്നത്? ആ ഡിസിഷൻ എപ്പോഴും നമുക്കറിയാം 2 പേരുടെ കാര്യങ്ങളാണ് അദ്ദേഹം ചർച്ച ചെയ്ത് തുടങ്ങിയത്. ആ 2 പേരുടെയും ജീവിതത്തിലുണ്ടായ ഒരു സംഭവത്തെ ആസ്പദമാക്കി ഒരു കഥയാണെങ്കിൽ കൂടിയും
ആ ജീവിതത്തിൽ ഉണ്ടാവുന്ന വ്യത്യസ്തമായിട്ടുള്ള രീതികളിലാണ് രണ്ടുപേരുടെയും ഫാമിലികളിൽ സംഭവിച്ചത്. അപ്പൊ എപ്പോഴും നമ്മളുടെ എല്ലാം മനസ്സ് എപ്പോഴും നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് തൊമ്മിച്ചന്റെ കൂടെ ആയിരിക്കും. കാരണം തൊമ്മിച്ചൻ എടുത്ത ഡിസിഷൻ ചെറിയൊരു പ്രീമിയത്തിൽ വലിയൊരു തുകയ്ക്ക് അദ്ദേഹത്തിന്റെ കുടുംബത്തിന് സംരക്ഷണം കൊടുത്തതായിരിക്കും നമ്മളുടെ എല്ലാം മനസ്സിൽ ഉണ്ടാവുക. ഇപ്പൊ ആദ്യം മുതൽ ഉണ്ടായിരുന്നുള്ള നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചായിരിക്കും നിങ്ങളെല്ലാം ചിന്തിക്കുന്നുണ്ടാവുക. എന്താണ് തൊമ്മിച്ചൻ എടുത്ത ഡിസിഷൻ എന്നാണ്. തൊമ്മിച്ചൻ എടുത്ത ഡിസിഷൻ എടുക്കാനായിട്ട് അദ്ദേഹത്തെ പ്രേരിപ്പിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്, തൊമ്മിച്ചൻ എന്തൊക്കെയാണ് പ്രേരിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ഇങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാനായിട്ട്, ഇങ്ങനെ ഒരു ടേം പ്ലാൻ എടുക്കാനായിട്ട് പ്രേരിപ്പിച്ച കാര്യങ്ങളെ കുറിച്ചായിരിക്കും നിങ്ങളുടെ മനസ്സിലൂടെ ഇപ്പൊ കടന്നു പോകുന്നത്. ഞാൻ അതിന്റെ ഡീറ്റെയിലേക്കാണ് വരുന്നത്. സോ മൈ നെയിം ഈസ് റെബിൻ സിരാജൻ. പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ 19 വർഷമായിട്ട് ഇൻഷുറൻസ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്നു. 2005 തൊട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇൻ ബിറ്റ്വീൻ കരിയറിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ ആഫ്റ്റർ ഗ്രാജുവേഷന് ശേഷം ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിരുന്നു. അതിനുശേഷം ഞാനൊരു MBA ഇൻ ഇൻഷുറൻസ് മാനേജ്മെന്റ് എടുക്കാൻ പറ്റി. സോ ഇതെല്ലാം എനിക്ക് ഇൻഷുറൻസിനോടുള്ള ഒരു വലിയൊരു നമുക്ക് പറയില്ല, ഇൻഷുറൻസിൽ വർക്ക് ചെയ്ത് തുടങ്ങുമ്പോൾ ഇനീഷ്യൽ ടൈമിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഇൻഷുറൻസ് എന്ന് പറയുന്നത് ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റും. പക്ഷെ എനിക്ക് ഒരുപാട് ഇൻസിഡന്റ് ഈ കഴിഞ്ഞ 19 വർഷത്തിനുള്ളിൽ ഒരുപാട് ഇൻസിഡൻസ് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഇതുപോലെ തൊമ്മിച്ചനും ജോസിച്ചനും പോലുള്ള ഇൻസിഡൻസ് റിയാലിറ്റീസ് നേരിട്ട് കണ്ടിട്ടുണ്ട്. ആ സമയത്തെല്ലാം അവർക്ക് ഒരു കൈത്താങ്ങായിട്ട് ഇപ്പോ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ഇൻഷുറൻസ്, ലൈഫ് ഇൻഷുറൻസ്, ടേം ഇൻഷുറൻസ്, എസ്പെഷ്യലി ടേം ഇൻഷുറൻസ് എടുക്കുന്ന ഒരാൾക്ക് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാങ്ക് മാനേജർ, ഇപ്പൊ തൊമ്മിച്ചനും ജോസിച്ചനും മരിച്ചു കഴിഞ്ഞപ്പോൾ ബാങ്ക് മാനേജർ പോകുന്നത് റീത്തായിട്ടായിരിക്കും പോകുന്നത്. പക്ഷെ ഇൻഷുറൻസിലെ മാനേജർ പോകുന്നത് ചെക്ക് ആയിട്ടായിരിക്കും പോകുന്നത്. ഇതാണ് ഡിഫറൻസ്. ഇൻഷുറൻസ് മാനേജർ വിൽ ഗോ വിത്ത് ചെക്ക്. എത്രയാണോ അദ്ദേഹം എടുത്തിട്ടുള്ള വാല്യൂ, ഇഫ് ഇറ്റ് ഇസ് എ 1 crore ഓഫ് കവറേജ്, ആ കവറേജിന്റെ 1 കോടിയുടെ ചെക്ക് ആയിട്ടായിരിക്കും ഇൻഷുറൻസ് മാനേജർ. ഇമ്മീഡിയറ്റ് ആയിട്ട് പോകുന്നല്ല, ഞാൻ അതിന്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ആഫ്റ്റർ ക്ലെയിം സെറ്റിൽമെന്റ് ഇൻഷുറൻസ് ബ്രാഞ്ചിലെ ഒരു മാനേജർ പോകുന്ന 1 കോടിയുടെ ചെക്കും, അതുപോലെ തന്നെ ബാങ്കിലുള്ള മാനേജർ പോകുന്ന റീത്തുമായിട്ടായിരിക്കും. ഇതാണ് ഡിഫറൻസ്. പക്ഷെ ഓഫ് കോഴ്സ് അയാളുടെ ഡെപ്പോസിറ്റ് ഒക്കെ അദ്ദേഹത്തിന് കിട്ടും, അതെല്ലാം നമുക്ക് അറിയുന്ന കാര്യമാണ്. പക്ഷെ ഇവിടെ ഒരു വലിയൊരു തുകയുടെ ചെക്കായിട്ടായിരിക്കും പോകുന്നത്. സോ നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. റിമിസൻ സാർ പറഞ്ഞ പോലെ തന്നെ മാക്സ് ലൈഫ് ഇൻഷുറൻസ് ഈ ഒരു സെക്ടറിൽ പുതിയ പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണ് മാക്സ് ലൈഫ്. കാരണം നമുക്കറിയാം ടേം പ്ലാൻ പഴയ ഒരു കാലഘട്ടം നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളതാണ്. ടേം പ്ലാൻ ഒരു ഫോർ എക്സാമ്പിൾ ഇപ്പോൾ LICയുടെ പോളിസീസ് ഒക്കെ എടുക്കുമ്പോൾ എപ്പോഴും പണ്ട് ആളുകൾ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് ഇതൊരു മരണക്കുറിയാണെന്ന്. ഓഫ് കോഴ്സ് ഒരു ടേം പ്ലാൻ എന്ന് പറഞ്ഞാൽ മരണക്കുറി തന്നെയാണ്. പക്ഷെ ഈ മരണക്കുറിക്ക് വേണ്ടി നമ്മൾ കൊടുത്തുകൊണ്ടിരുന്ന പ്രീമിയം ഒരു കാലഘട്ടത്തിൽ വളരെ വലിയ തുകയ്ക്കായിരുന്നു എല്ലാവരും ചെയ്തുകൊണ്ടിരുന്നത്. ഇത്രയും പോപ്പുലർ ആയിരുന്നില്ല, ആളുകളുടെ ഇടയിൽ ഇത്രയും പോപ്പുലർ ആയിരുന്നില്ല. പക്ഷെ ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരുടെ ഇടയിലും പോപ്പുലർ ആണ്. ടേം പ്ലാൻ വളരെ പോപ്പുലർ ആണ്. അതിന്റെ ഒരുപാട് സ്റ്റഡീസ് ഒക്കെ നമ്മൾ കാണുന്നതാണ്. കാരണം യങ്സ്റ്റേഴ്സ് ഏറ്റവും കൂടുതൽ നോക്കുന്നത് ടേം പ്ലാൻ ആണ്. അപ്പൊ ഞാൻ ആ ഒരു ഡീറ്റെയിലേക്ക് അധികം പോകുന്നില്ല, കാരണം നമ്മുടെ ടൈം കൺസ്ട്രെയിൻ ഉള്ളതാണ്. സോ ഐ വിൽ സ്റ്റാർട്ട് ഫ്രം എ പ്രസന്റേഷൻ. ആ പ്രസന്റേഷനിലൂടെ നമുക്ക് മുന്നോട്ട് പോവാം. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവും. ടേം പ്ലാന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും അതുപോലെ മാക്സ് ലൈഫിന്റെ ടേം പ്ലാനിനെ കുറിച്ചുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാം. സോ ഐ വിൽ ഷെയർ ദ PPT. നമ്മുടെ മാക്സ് ലൈഫിന്റെ ഏറ്റവും ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഏറ്റവും റീസെന്റ് വന്നിട്ടുള്ള ഒരു ടേം പ്ലാന്റെ പേരാണ് സ്റ്റെപ്പ് എന്നാണ് അതിന്റെ ഷോർട്ടായിട്ട് വിളിക്കുന്നത്. സ്മാർട്ട് ടോട്ടൽ എലീറ്റ് പ്രൊട്ടക്ഷൻ എന്നാണ് അതിന്റെ ഇത് വരുന്നത്. അത് ഏറ്റവും കുറെ ബെനിഫിറ്റ്സ് ആഡ് ചെയ്തുകൊണ്ടും അതുപോലെ തന്നെ നമുക്കുള്ള ഒരുപാട് കൺസേൺസ് ഉണ്ട്. ടേം പ്ലാനിൽ നമുക്ക് വരുന്ന ഒരുപാട് കൺസേൺസ് ഉണ്ട്. ഒന്നാമത്തെ കൺസേൺ എന്ന് പറയുന്നത് എല്ലാവരും ടേം പ്ലാൻ എടുക്കുമ്പോൾ ഇത് ഞാൻ അടയ്ക്കാൻ മുടങ്ങിയാൽ എന്ത് ചെയ്യും, അടയ്ക്കാൻ പറ്റാതെ വരികയായിരുന്നു. നമുക്ക് എപ്പോഴും അറിയാം പാൻഡമിക് സിറ്റുവേഷൻ ഒക്കെ നമ്മൾ ഫേസ് ചെയ്തിട്ടുള്ളതാണ്. 2020 പാൻഡമിക് സിറ്റുവേഷൻ ഫേസ് ചെയ്തു. ആ സമയത്ത് നമ്മളെല്ലാം കണ്ടതാണ് പലർക്കും എത്ര ഫിനാൻഷ്യലി വെൽ എക്യുപ്ഡ് ആയിട്ടുള്ള ആൾക്കാരും ചില സമയത്ത് സ്ട്രഗ്ലിംഗ് ഒരു സ്റ്റേജിലേക്ക് വരും. അപ്പൊ നമുക്ക് പ്രീമിയം അടയ്ക്കാൻ പറ്റില്ല. ഇപ്പൊ തൊമ്മിച്ചൻ പോളിസിയുടെ പ്രീമിയം ചിലപ്പോൾ ഒരു ജോബ് ലോസ് വന്ന സമയത്തായിരിക്കും നമുക്ക് പ്രീമിയം അടയ്ക്കാൻ പറ്റാതിരിക്കും. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? തൊമ്മിച്ചന് ഇത്തരം 2 കോടിയുടെ പൈസ കവറേജ് കിട്ടി. ആ ഒരു സമയത്ത് എങ്ങനെ ഈ പറഞ്ഞ പോലെ നമുക്ക് എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വന്നു, ഇതുപോലെ ഫിനാൻഷ്യലി ഒരു ക്രഞ്ച് വന്നു, ആ സമയത്ത് നമുക്ക് അടയ്ക്കാൻ പറ്റില്ല. ആ ഒരു കൺസേൺ അഡ്രസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റും കൂടിയാണ് സ്റ്റെപ്പ് എന്ന പ്രോഡക്റ്റ്. അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു കാര്യം, നമുക്ക് ക്ലെയിം നമുക്ക് ഇന്റിമേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ
നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ്. കുറെ ദിവസം നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഒരാളുടെ മരണാന്തര ചടങ്ങുകൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ടുള്ള നല്ലൊരു എമൗണ്ട് എപ്പോഴും വേണ്ടി വരുന്നതാണ്. ശരിയല്ല? ഇപ്പൊ ഒരാളുടെ ഫ്യൂണറൽ കാര്യങ്ങൾ നടത്താനും അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് ഒരു നല്ലൊരു എമൗണ്ട് വേണം. അപ്പൊ ഇമ്മീഡിയറ്റ് ആയിട്ട് ചിലപ്പോൾ ഫാമിലിക്ക് ഒരു ഫണ്ട്, ചിലപ്പോൾ എമർജൻസി ഫണ്ട് ചിലപ്പോൾ എടുക്കാൻ പറ്റിയെന്ന് വരില്ല. ആ സമയത്ത് ഇമ്മീഡിയറ്റ് ആയിട്ട് അവർക്ക് ഒരു ഫണ്ട്, ഇൻസ്റ്റാ പേയ്മെന്റ് കൊടുക്കാൻ പറ്റുന്ന അങ്ങനെ ഒരു ഓപ്ഷൻ കൂടി ഇതിൽ ക്ലബ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം ടേം പ്ലാന്റെ ഏറ്റവും വലിയ ഒരു നമ്മൾ കണ്ടിട്ടുള്ളത് പ്രീമിയം ഞാൻ അടയ്ക്കുന്നു, ആ പ്രീമിയം എനിക്ക് തിരിച്ചു കിട്ടുമോ ഇല്ലയോ എന്നുള്ള ഒരു ചോദ്യമുണ്ട്. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ 3 കാര്യങ്ങൾക്ക് അഡ്രസ് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ് ഈ ഒരു പ്ലാൻ. അതുപോലെ തന്നെ വളരെ പ്രീമിയം കുറച്ചുകൊണ്ട് ഏറ്റവും തുച്ഛമായിട്ടുള്ള പ്രീമിയത്തിൽ ഇപ്പൊ തൊമ്മിച്ചനും ജോസിച്ചനും എടുത്തു. ജോസിച്ചൻ എൻഡോമെന്റ് പ്ലാനാണ് എടുത്തത്. തൊമ്മിച്ചൻ എടുത്ത ഒരു ടേം പ്ലാനാണ്. വളരെ തുച്ഛമായിട്ടുള്ള പ്രീമിയത്തിനാണ് അദ്ദേഹം ടേം പ്ലാൻ എടുത്തത്, അദ്ദേഹത്തിന്റെ കുടുംബത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ഇത് അതുപോലെ തന്നെ തൊമ്മിച്ചന്റെ കുടുംബത്തെ സംരക്ഷിച്ച പോലെ തന്നെ നിങ്ങൾ ഓരോരുത്തരെയും കുടുംബത്തെ സാമ്പത്തികമായിട്ട് സംരക്ഷിക്കാനായിട്ടുള്ള ഒരു ഓപ്ഷനാണ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ. അപ്പൊ ഇതിന്റെ കൂടുതൽ കാര്യങ്ങളിലേക്ക് കിടക്കാം. സ്ക്രീൻ മൂവി ഉണ്ടെന്നുള്ളത് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് പറയാം. നൗ യെസ്, ഓക്കെ. സോ ഇന്ത്യയിൽ നമ്മളുടെ എക്കോണമിയിൽ നമ്മൾ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ കാര്യമാണ് ഈ ഒരു 2003 തൊട്ട് 2023 വരെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ ഈ സൈഡിലേക്ക് ഞാൻ എന്റെ സ്ക്രീൻ ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, 2003 മുതൽ 2023 വരെ നമുക്കറിയാം പെട്രോളിന്റെ വില 2003 32 രൂപയായിരുന്നു. ഇപ്പൊ അതിന്റെ റേറ്റ് വന്നിട്ട് 96 രൂപയാണ്. ഇപ്പൊ സപ്പോസ് തൊമ്മിച്ചൻ എടുത്തിട്ടുള്ള പോളിസി 2003 2 കോടിയുടെ പോളിസി ആണെങ്കിൽ സ്വാഭാവികമായിട്ട് ആ ഫാമിലിക്ക് വരുന്ന ചെലവുകളും കാര്യങ്ങളൊക്കെ കൂടിയിട്ടുണ്ടാവും. കാരണം ഈ ഒരു 20 വർഷം കൊണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഫാമിലിയിൽ വരുന്ന മന്ത്ലി എക്സ്പെൻസസ് കൂടിയിട്ടുണ്ടാവും. കാരണം പെട്രോളിന്റെ വില കൂടി, പാലിന്റെ വില കൂടി, അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും മെഡിക്കൽ എമർജൻസീസ് വന്നു കഴിഞ്ഞാൽ അതിന്റെ 2,65,000 ഉള്ള ആർട്ട് ഓപ്പറേഷൻ 5,50,000 ഇതിൽ കൂടുതലായിരിക്കും. ഇതൊരു ഏകദേശം കണക്കുകൾ വെച്ചിട്ടാണ് കൊടുത്തത്. ടിക്കറ്റ് എനിക്ക് തോന്നുന്നത് ഫിലിം ടിക്കറ്റ് ആണ് 35 രൂപയുടെ ടിക്കറ്റ് ഇപ്പൊ 200 രൂപയായിട്ട് മാറിയിട്ടുണ്ട്. സോ എല്ലാ സൈഡിലും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഇൻഫ്ലേഷൻ വലിയൊരു രീതിയിൽ മാറിയിട്ടുണ്ട്. നമ്മുടെ കയ്യിലുള്ള എക്സ്പെൻസസ് അന്ന് സപ്പോസ് 10,000 രൂപ കിട്ടുന്ന ഒരു ഫാമിലിക്ക് ഇന്ന് അതിന്റെ 10 ഇരട്ടി വരുമാനം കിട്ടിയാൽ മാത്രമാണ് ഇന്ന് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മളൊരു ടേം പ്ലാൻ എടുക്കുമ്പോൾ അതിന് മാക്സിമം കവറേജ് എടുത്ത് വെക്കണം. കാരണം നമ്മൾ ഒരു കാര്യം കൂടി മുന്നോട്ട് കണ്ടിട്ട് വേണം ടേം പ്ലാനിന്റെ കവറേജ് എടുക്കാൻ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ വർഷം കഴിയുമ്പോൾ നമുക്ക് പ്രിമിസൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, നമ്മളുടെ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് അടുത്ത വർഷം ഒരു വർഷം കഴിയുമ്പോൾ ഇന്ന് 100 രൂപ സ്പെൻഡ് ചെയ്ത് കൊടുത്ത് അടുത്ത വർഷം വരുമ്പോൾ അത് 107 രൂപ സ്പെൻഡ് ചെയ്യേണ്ടി വരും. ആ ഇൻഫ്ലേഷനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്കറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ഇപ്പോഴത്തെ 2 കോടിയുടെ വാല്യൂ അടുത്ത 20 വർഷം കഴിയുമ്പോൾ ആക്ച്വലി 1 കോടിയുടെ വാല്യൂ ആയിട്ട് കുറയാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ കവറേജ് എടുത്തു വെക്കുമ്പോൾ ഇതും കൂടി മുന്നിൽ കണ്ടുകൊണ്ട് എടുക്കാനായിട്ടുള്ള ഇതാണ് പറഞ്ഞിട്ടുള്ളത്. ഇതൊരു ഫാമിലിയുടെ പിക്ചറാണ് കാണിച്ചിട്ടുള്ളത്. ഈ ഫാമിലിയില് ബ്രെഡ് വിന്നറായിട്ട് നമ്മൾ എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് ഒരു മെയിൽ ഇതായിട്ടാണ് വരുന്നത്. എപ്പോഴും ആ കുടുംബത്തിലെ കുടുംബനാഥനായിരിക്കും ബ്രെഡ് വിന്നറായിട്ട് വരുന്നത്. എപ്പോഴും നമുക്കറിയാം ഇന്നത്തെ സാഹചര്യത്തിൽ രണ്ടുപേരും വർക്ക് ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ട്. എന്നാലും എപ്പോഴും കൂടുതൽ ഭൂരിഭാഗവും കുടുംബത്തിൽ ബ്രെഡ് വിന്നറായിട്ട് വരുന്നത് എപ്പോഴും ഫാമിലിയിലെ പുരുഷനായിരിക്കും അല്ലെങ്കിൽ ഗ്രഹനാഥനായിരിക്കും. അപ്പൊ ഇവിടെ ഗ്രഹനാഥൻ ഇല്ലാത്ത ആവുന്ന സിറ്റുവേഷൻ, 2 കുട്ടികളുണ്ട്, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ വൈഫുണ്ട്. കുടുംബത്തില് അദ്ദേഹം ഇല്ലാത്ത, അദ്ദേഹത്തിന്റെ പ്രസൻസ് ഇല്ല. ആ പ്രസൻസ് ഇല്ലാതെ ആകുമ്പോൾ എങ്ങനെ ആയിരിക്കും ആ ഫാമിലിയുടെ മുന്നോട്ട് പോകുന്നത്, ആ ഫാമിലിക്ക് ഈ ഒരു സ്റ്റെപ്പ് പ്രോഡക്റ്റ് കൊണ്ട് എങ്ങനെ അത് മുന്നോട്ട് പോകാം, ഇതിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഈ വെരി യൂണീക്ക് ആൻഡ് വെരി അഫോർഡബിൾ ടേം പ്ലാൻ ഫ്രം എലൈറ്റ് കസ്റ്റമേഴ്സ്. സോ ഇതിന്റെ കുറച്ച് ഡീറ്റെയിൽസിലേക്ക് പോകാം, ഫാസ്റ്റ് ആയിട്ട് പോകാം. So by the end of the session, you will be able to state the changes in max. അത് നമുക്ക് വേറൊരു പ്രൊഡക്റ്റും കൂടി ഉണ്ടായിരുന്നു. അതിന്റെ ഒരു അഡ്വാൻസ് വേർഷൻ ആണ് സ്മാർട്ട് ടോട്ടൽ എലീറ്റ് പ്രൊട്ടക്ഷൻ ടേം പ്ലാൻ. ഇതിൽ കുറെ പുതിയ ബെനിഫിറ്റ്സ് വന്നിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു. സോ ഒരു ബെനിഫിറ്റ് നമുക്ക് കണ്ടിന്യൂസ് ബെനിഫിറ്റ് ആണ്, കവർ കണ്ടിന്യൂസ് ബെനിഫിറ്റ് ആണ്. രണ്ടാമത് വന്നിട്ടുള്ളത് ടെർമിനൽ ഇൽനെസ് കൂടി കവർ ചെയ്യുന്ന രീതിയിലാണ് വന്നിട്ടുള്ളത്. മൂന്നാമത് സ്പെഷ്യൽ എക്സിറ്റ് വാല്യൂ, ആൻഡ് നാലാമത്തത് നമുക്ക് ആക്സിലറേറ്റർ ക്രിട്ടിക്കൽ ഇൽനെസ്, ആൻഡ് അഞ്ചാമത്തത് ആക്സിഡന്റൽ കവർ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വന്നിട്ടുള്ളത്. അപ്പൊ ഇതിനെ കുറിച്ചായിരിക്കും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നത്. സോ ഫസ്റ്റ് നമുക്ക് പോകേണ്ട കവർ കണ്ടിന്യൂവൻസ് എന്താണെന്നാണ് പഠിക്കേണ്ടത്. കവർ കണ്ടിന്യൂവൻസ് ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്കൊരു പോളിസി എടുത്തിട്ട് ഒരു ടേം പ്ലാൻ എടുത്തിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു ഒക്കേഷനിൽ, അതായത് 3 വർഷത്തിന് ശേഷം ഏതെങ്കിലും ഒരു ഒക്കേഷനിൽ നമുക്ക് പ്രീമിയം അടയ്ക്കാനായിട്ട് പെട്ടെന്ന് കഴിയുന്നില്ല. നമുക്ക് വാർഷിക പ്രീമിയമോ അല്ലെങ്കിൽ നമ്മൾ എടുത്തിട്ടുള്ള പ്രീമിയം മോഡ് അനുസരിച്ച് നമുക്ക് പ്രീമിയം അടയ്ക്കാൻ കഴിയുന്നില്ല.
ആ സമയത്ത് നമുക്ക് 30 ദിവസം മുന്നേ ഒരു ഇയർലി മോഡ് പോളിസിയാണ് എടുത്തിട്ടുണ്ടെങ്കിൽ 30 ദിവസത്തിന് മുന്നേ തന്നെ നമുക്ക് ഇന്റിമേറ്റ് ചെയ്യാം, എനിക്ക് ഈ വർഷം പ്രീമിയം അടയ്ക്കാനായിട്ട് എനിക്ക് സാധിക്കില്ല, അതുകൊണ്ട് എനിക്ക് ഒരു റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു വർഷത്തേക്ക് എന്റെ കവറേജ്, ഞാൻ എടുത്തിട്ടുള്ള ലൈഫ് കവറേജ്, ടേം ഇൻഷുറൻസിന്റെ കവറേജ് ആയിട്ടുള്ള 2 കോടിയുടെ കവറേജ് എനിക്ക് ഒരു വർഷത്തേക്ക് മുന്നോട്ട് കിട്ടിക്കൊണ്ടിരിക്കും. പ്രീമിയം അടയ്ക്കാതെ തന്നെ എന്റെ കവറേജ് മുന്നോട്ട് വരും. സാധാരണ ഏത് പോളിസിയിൽ എടുത്തു കഴിഞ്ഞാലും നമുക്ക് പ്രീമിയം അടച്ചില്ലെങ്കിൽ 30 ദിവസത്തിനുള്ളിൽ, ഗ്രേസ് പീരീഡിന്റെ ഉള്ളിൽ പ്രീമിയം അടച്ചില്ലെങ്കിൽ ആ പോളിസി അവിടെ വെച്ച് ലാപ്സ് ആവും. നമ്മൾ എടുത്ത പെർപ്പസ് അവിടെ വെച്ച് ഡിഫീറ്റഡ് ആവും. കാരണം നമുക്കറിയാം, തൊമ്മിച്ചിന്റെ കഥ നമ്മൾ കേട്ടതാണ്. അദ്ദേഹത്തിന് ഇതുപോലെ ലാപ്സേഷൻ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും ആ ഫാമിലിക്ക് 2 കോടി കിട്ടില്ല. അതേസമയം ഈ ഒരു സ്റ്റെപ്പ് പ്രോഡക്റ്റ് എടുക്കുകയാണെങ്കിൽ തൊമ്മിച്ചിന് ഒരു വർഷം ഒരു ഇളവുണ്ട്, പ്രീമിയം അടയ്ക്കാതെ ഇരുന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യാം, അടയ്ക്കാതെ ഇരുന്നു കഴിഞ്ഞാലും അദ്ദേഹത്തിന് കവറേജ് 2 കോടിയുടെ കവറേജ് 12 മാസത്തേക്ക് അദ്ദേഹത്തിന് കിട്ടും. ഇതാണ് ഒന്നാമത്തെ ബെനിഫിറ്റ് ഈ ഒരു പ്ലാനിൽ വരുന്നത്. സോ രണ്ടാമത്തെ ബെനിഫിറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ഒരു 2 ലക്ഷം രൂപ, അതായത് ക്ലെയിം ഇന്റിമേറ്റ് ചെയ്ത്, ഇപ്പൊ നമ്മൾ ബേസിക് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ പല രീതിയിലായിരിക്കും ഒരാളുടെ ഡെത്ത് സംഭവിച്ചത്. ചിലപ്പോൾ ആക്സിഡന്റൽ ഡെത്ത് ആയിരിക്കും, ചിലപ്പോൾ നോർമൽ ക്രിട്ടിക്കൽ ഇൽനെസ് വന്നിട്ടായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു എന്തെങ്കിലും ഇതായിട്ടായിരിക്കും, എന്തെങ്കിലും ഒരു ഒക്കേഷനിലായിരിക്കും അദ്ദേഹം എക്സ്പയർഡ് ആയി പോയിട്ടുണ്ടാവും. സോ ആ ഒക്കേഷനിൽ അദ്ദേഹത്തിന്റെ ഫാമിലിക്ക് ചിലപ്പോൾ എല്ലാ ഡോക്യുമെന്റ്സും ഇമ്മീഡിയറ്റ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ബേസിക് ആയിട്ടുള്ള ഡോക്യുമെന്റ് കൊടുത്തു കഴിഞ്ഞാൽ, ബേസിക് ആയിട്ടുള്ള നോമിനിയുടെ ഡോക്യുമെന്റ്സും അതുപോലെ ഡെത്ത് സർട്ടിഫിക്കറ്റ്, ഇത്രയാണ് ബേസിക് ആയിട്ടുള്ള ഡോക്യുമെന്റ് പറയുന്നത്. അത് കൊടുത്തു കഴിഞ്ഞാൽ വിത്തിൻ 24 അവേഴ്സിന്റെ ഉള്ളിൽ ഈ ഫസ്റ്റ് ഇൻസ്റ്റാ പേയ്മെന്റ് ഓൺ ക്ലെയിം ഇന്റിമേഷൻ 2 lakhs നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് കൊടുക്കും. ഇത് സമ്മഷ്യോർഡ് ഇപ്പൊ 2 കോടിയാണെങ്കിൽ ഈ 2 ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള 1,98,00,000 ആയിരിക്കും പിന്നീട് ക്ലെയിം സെറ്റിൽമെന്റ് ചെയ്യുന്നത്. ബാക്കിയുള്ള ഡോക്യുമെന്റ്സ് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലെയിം സെറ്റിൽമെന്റ് ചെയ്യുന്നു. രണ്ടാമതായിട്ട് നമുക്കുള്ള ഓപ്ഷനാണ് റിവൈസ്ഡ് സ്പെഷ്യൽ എക്സിറ്റ് വാല്യൂ. ഈ ഒരു പ്ലാൻ നമ്മൾ എടുക്കുന്നത് തിരിച്ചു കിട്ടാത്ത ഒരു പ്ലാനാണ് എടുക്കുന്നത്. നമ്മൾ നോൺ റിട്ടേൺ ഓഫ് പ്രീമിയം ആയിട്ടുള്ള, അതായത് നമുക്കറിയാം കാറിന്റെയും ബൈക്കിന്റെയും ഒക്കെ നമ്മൾ ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് ഒരിക്കലും നമുക്കത് ആ പ്രീമിയം തിരിച്ചു കിട്ടാറില്ല. നമ്മൾ 10 വർഷമോ 20 വർഷമോ ഒക്കെ അല്ലെങ്കിൽ 15 വർഷമൊക്കെ കാർ യൂസ് ചെയ്തിട്ട് നമ്മളത് കാർ കൊടുത്തു കളയുമ്പോഴേക്കും, അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും നമ്മൾ അടച്ചിട്ടുള്ള ഇൻഷുറൻസ് പ്രീമിയം ഒരിക്കലും നമുക്ക് തിരിച്ചു കിട്ടാറില്ല. ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അടയ്ക്കുന്ന പ്രീമിയം എത്ര വർഷത്തേക്കാണോ അടയ്ക്കുന്നത് അത്രയും വർഷത്തെ പ്രീമിയം നമുക്ക് ക്ലെയിം ചെയ്യാം, നമുക്ക് ചോദിക്കാം. നമുക്കൊരു പോളിസി എത്തുന്നതിന് 4 വർഷം മുമ്പ് നമ്മൾ പറയുവാണ്, ഫോർ എക്സാമ്പിൾ ഒരു 35 വയസ്സുകാരൻ ഒരു പോളിസി എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് 30 വർഷത്തേക്കാണ് അല്ലെങ്കിൽ 35 വർഷത്തേക്കാണ് അദ്ദേഹം പോളിസി എടുത്തേക്കണം. 70 വയസ്സ് വരെയാണ് പോളിസി എടുത്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഈ 70ാമത്തെ വയസ്സിന് മുന്നേ ഉള്ള 4 വർഷം, 66ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന് പറയാം, എനിക്ക് ഈ പോളിസി കണ്ടിന്യൂ ചെയ്യാൻ, എന്റെ ഡിപ്പെൻഡൻസ് എല്ലാം, എന്റെ മക്കളെല്ലാം ഇൻഡിപെൻഡന്റ് ആയി കഴിഞ്ഞു, എനിക്ക് ഇനി ഒരു കവറേജിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് റിട്ടേൺ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം അടച്ചിട്ടുള്ള പ്രീമിയം മുഴുവനായിട്ടും അദ്ദേഹത്തിന് തിരിച്ചു കിട്ടും. ടേം പ്ലാൻ ആണിത്. അതായത് നമ്മൾ അടച്ച പ്രീമിയം നമുക്ക് തിരിച്ചു കിട്ടുന്നു, അതിൽ വേറൊരു പൈസയും നമ്മുടെ നിന്ന് പിടിക്കുന്നില്ല. സോ നോ കോസ്റ്റ് ആയിട്ട് നമുക്ക് ഒരു പൈസ പോലും ചെലവില്ലാതെ ഈ പോളിസി എടുക്കാനായിട്ട് നമുക്ക് പറ്റും. സോ ഇതാണ് 3 ബെനിഫിറ്റ്സ് വരുന്നത്. സോ നമുക്ക് ഓവറോൾ ബെനിഫിറ്റ്സ് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. സോ 1 ഈസ് ഡെത്ത് ബെനിഫിറ്റ്. നമുക്ക് അറിയാം എല്ലാ പ്രോഡക്റ്റിലും ഉള്ളത് ഡെത്ത് ബെനിഫിറ്റ് ആണ്. ഡെത്ത് ബെനിഫിറ്റ് വരുന്നത് നമുക്ക് നമ്മളൊരു കവറേജ് എടുത്തിട്ടുണ്ട്, 2 കോടിയിലാണ് ഇതിന്റെ കവറേജ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ 2 കോടിയുടെ കവറേജ് എടുത്തു കഴിഞ്ഞാൽ എനിത്തിങ് ഹാപ്പൻസ് ഇൻ ബിറ്റ്വീൻ ദ പ്രീമിയം പേയിങ് ടേം, അല്ലെങ്കിൽ പ്രീമിയം അടയ്ക്കാത്ത സമയത്ത് നമ്മുടെ പോളിസി ടേം, സപ്പോസ് 35 വയസ്സുള്ള ആരൻ 75ാമത്തെ വയസ്സ് വരെയാണ് അല്ലെങ്കിൽ 70ാമത്തെ വയസ്സ് വരെയാണ് കവറേജ് എടുത്തിട്ടുള്ളത്. ഇൻ ബിറ്റ്വീൻ അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഫാമിലിക്ക് നേരത്തെ തൊമ്മിച്ചനും ഫാമിലിക്ക് കിട്ടിയ പോലെ 2 കോടി ഒരുമിച്ച് കിട്ടുകയും ചെയ്യും. So option to pay your budget as per your budget. Option to pay your premium as per your budget. നമ്മളുടെ ബഡ്ജറ്റിനനുസരിച്ച് നമുക്ക് പ്രീമിയം അടയ്ക്കാൻ പറ്റും. വിച്ച് മീൻസ് നമുക്ക് റെഗുലർ ആയിട്ട് അടയ്ക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ ലിമിറ്റഡ് ആയിട്ട് അടയ്ക്കാനുള്ള. റെഗുലർ എന്ന് പറയുന്നത് 35 വർഷത്തേക്ക് ഞാൻ എല്ലാ വർഷവും അടച്ചുകൊണ്ടിരിക്കുന്ന ഓപ്ഷനാണ് റെഗുലർ എന്ന് പറയുന്നത്. അതേസമയം സ്വാഭാവികമായിട്ടും കൂടുതൽ ആൾക്കാർ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് പ്രൈവറ്റ് മേഖലയിലും MNC കമ്പനിയിലും NRIs ഒക്കെ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. സോ നമ്മളെ സംബന്ധിച്ചും അല്ലെങ്കിൽ ഈ പറഞ്ഞ അൺസെക്യൂർഡ് ആയിട്ടുള്ള ജോബ് നയിക്കുന്ന IT പ്രൊഫഷണൽസിനെല്ലാം സംബന്ധിച്ചും കുറച്ച് വർഷം അടച്ചിട്ട് കൂടുതൽ വർഷം കവറേജ് കിട്ടുന്ന ഓപ്ഷനിലേക്ക് താല്പര്യം ഉണ്ടാവും. അപ്പൊ അതും എങ്ങനെ വേണമെങ്കിലും നമ്മുടെ പ്രീമിയം നമുക്ക് ഫിക്സ് ചെയ്യാം, ബഡ്ജറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസ് വരുന്നുണ്ട്. സോ മൂന്നാമത്തത് കവറേജ് ഡ്യൂറേഷൻ അപ് ടു ഏജ് 85 ഇയേഴ്സ് വരെ കവറേജ് വരും. നമ്മളുടെ ആവറേജ് ഒരു ഇന്ത്യൻ ഒരു വ്യക്തിയുടെ
ആവറേജ് ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് 67 വയസ്സാണ്. ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ 67 വയസ്സാണ്. കഴിഞ്ഞ കോവിഡിന് മുന്നേ അത് 70 വയസ്സിന് അടുത്ത് വരെ എത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അത് ചെറിയൊരു ഡിക്ലൈനിങ് ആണ്. പക്ഷെ ലോങ്ങർ ടേമിൽ ചിലപ്പോൾ അത് കുറച്ചും കൂടി കൂടാനുള്ള സാധ്യതയുണ്ട്. ഒരു 80 വയസ്സ് വരെയൊക്കെ എത്താനുള്ള സാധ്യത പറയുന്നുണ്ട്. ബിക്കോസ് ഓഫ് നമുക്കറിയാം നമ്മളുടെ മെഡിക്കൽ അഡ്വാൻസ്മെന്റും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ 85 വയസ്സ് വരെ കവറേജ് എടുക്കാൻ പറ്റും ഈ ഒരു പ്ലാനിൽ. അതായത് ഇപ്പൊ 30 വയസ്സുകാരന് 55 വർഷം, അതായത് 30 പ്ലസ് 55 85 വയസ്സ് വരെ കവറേജ് എടുക്കും. അല്ലെങ്കിൽ ഒരു 40 വയസ്സുകാരന് 45 വർഷത്തേക്ക് കവറേജ് എടുക്കാം. അല്ലെങ്കിൽ ഒരു 50 വയസ്സുകാരന് അടുത്ത 35 വർഷത്തേക്ക് കവറേജ് എടുക്കാം. 85 വയസ്സ് വരെ കവറേജ് എടുക്കും. സോ അടുത്തത് ആക്സലറേറ്റഡ് ക്രിട്ടിക്കൽ ഇൽനസ് ബെനിഫിറ്റ് നമുക്ക് ഇതിൽ ആഡ് ചെയ്യാം. ആക്സലറേറ്റഡ് ക്രിട്ടിക്കൽ ഇൽനസ് ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് അപ് ടു 75 വയസ്സ് വരെയാണ് ക്രിട്ടിക്കൽ ഇൽനസ് ബെനിഫിറ്റ് കിട്ടുന്നത്. അതിൽ തന്നെ നമുക്ക് ഡിഫറെന്റ് ക്രിട്ടിക്കൽ ഇൽനസ് ഓപ്ഷൻസ് ഉണ്ട്. 64 ക്രിട്ടിക്കൽ ഇൽനസ് കവർ ചെയ്യുന്നുണ്ട്. ക്യാൻസർ ഉൾപ്പെടെ, ക്യാൻസർ, ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക്, സിവിയർ സ്ട്രോക്ക്, ഇങ്ങനെയുള്ള 64 ക്രിട്ടിക്കൽ ഇൽനസ് കവർ ചെയ്യുന്ന ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. അത് നമുക്ക് ഈ ഒരു പോളിസിയുടെ ഒപ്പം ഒരു അഡീഷണൽ ആയിട്ട് അറ്റാച്ച് ചെയ്യാം. നമുക്കറിയാം ഏറ്റവും കൂടുതൽ എക്സ്പെൻസ് വരുന്നത് ഈ ഇതുപോലത്തെ ക്രിട്ടിക്കൽ ഇൽനസ് വന്നു കഴിഞ്ഞാലാണ് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ എക്സ്പെൻസസ് വരുന്നത്. അപ്പൊ ആ എക്സ്പെൻസസ് നമുക്ക് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തൊമ്മിച്ചന്റെ പോളിസിയിൽ ക്രിട്ടിക്കൽ ഇൽനസ് അദ്ദേഹം എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ നമുക്ക് ജീവിതത്തിൽ സംഭവിക്കുന്ന പല കാര്യങ്ങളുണ്ട്, അൺസർട്ടനിറ്റീസ് ഉണ്ട്. മരണം മാത്രമല്ല, നമുക്ക് വരുന്ന പല അൺസർട്ടനിറ്റീസും ഉണ്ട്. അൺസർട്ടനിറ്റീസ് കവർ ചെയ്യാനായിട്ട് ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഇൽനസ് നമുക്ക് കവർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ആക്സിഡന്റൽ കവർ, ആക്സിഡന്റിൽ നമുക്ക് വരുന്ന ഡിസബിലിറ്റി കാര്യങ്ങളൊക്കെ കവർ ചെയ്ത് വരുന്നുണ്ട്. സോ ആറാമതായിട്ട് നമുക്ക് പ്രീമിയം അടച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വെയ്വർ ഓഫ് പ്രീമിയം പ്ലസ് റൈഡർ എന്നാണ് അതിന്റെ പേര് പറയുന്നത്. സോ പ്രീമിയം അടച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ക്രിട്ടിക്കൽ ഇൽനസ് വന്നു, ക്യാൻസർ പോലത്തെ എന്തെങ്കിലും ക്രിട്ടിക്കൽ ഇൽനസ് വന്നു, അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് പോലത്തെ ഇൽനസ് വന്നു, പിന്നീട് നമുക്ക് പ്രീമിയം അടയ്ക്കണ്ട, അവിടെ വെച്ച് പ്രീമിയം സ്റ്റോപ്പ് ചെയ്യാം. ഞാൻ 35 വർഷത്തേക്ക് പ്രീമിയം അടയ്ക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. 5ാമത്തെ വർഷമാണ് എനിക്ക് എന്തെങ്കിലും ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഇൽനസ് വന്നിട്ടുള്ളത്. വന്നു കഴിഞ്ഞാൽ ആ പ്രീമിയം പിന്നീട് അടയ്ക്കേണ്ട, ആ പ്രീമിയം അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. പക്ഷെ കവറേജ് കണ്ടിന്യൂ ചെയ്യും. 2 കോടിയുടെ കവറേജ് ടിൽ എന്റെ എത്ര വയസ്സ് വരെയാണോ ഞാൻ എടുത്തിട്ടില്ല അത്രയും വയസ്സ് വരെ എനിക്ക് കവറേജ്, 75 വയസ്സാണെങ്കിൽ 75, 85 വയസ്സാണെങ്കിൽ 85 വയസ്സ് വരെയുള്ള കവറേജ് കണ്ടിന്യൂ. അതിനാണ് വെയ്വർ ഓഫ് പ്രീമിയം. അത് 2 ഒക്കേഷൻസിലാണ് വർക്ക് ചെയ്യുന്നത്. ഒന്ന് ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഇൽനസ് വരുമ്പോഴും, രണ്ടാമത് ആക്സിഡന്റൽ ഡിസബിലിറ്റി, ഹാൻഡിക്യാപ്ഡ് ആയിട്ട് പോവാ, 2 ലിംബ്സ് നഷ്ടപ്പെട്ടു പോവാ, അല്ലെങ്കിൽ അങ്ങനത്തെ ഉള്ള 2 ഐസൈറ്റ് പോവാ, ഇങ്ങനത്തെ ഉള്ള സിറ്റുവേഷനിലും അത് കവർ ചെയ്യും. പ്രീമിയം മുന്നോട്ട് അടയ്ക്കണമെന്നില്ല. സോ മാക്സ് ലൈഫ് ക്രിട്ടിക്കൽ ഇൽനസ് ആൻഡ് ഡിസബിലിറ്റി റൈഡർ എന്ന് പറയുന്നത് അതിനെ കുറിച്ച് വ്യക്തമായിട്ട് പറയാം. കാരണം അത് ലംസമായിട്ട് ഒരു എമൗണ്ട് നമ്മുടെ കയ്യിലേക്ക് കിട്ടും. ക്രിട്ടിക്കൽ ആയിട്ടുള്ള അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ, ക്യാൻസർ പോലത്തെ അസുഖങ്ങൾ അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് പോലത്തെ അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ 10 ലക്ഷം രൂപ ഇപ്പൊ കവറേജ് നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ, ആ 10 ലക്ഷം രൂപ വേറെ മെഡിക്ലെയിംസ് ഉണ്ടെങ്കിലും ആ മെഡിക്ലെയിം നിങ്ങൾക്ക് അവിടെ നിന്ന് ക്ലെയിം ചെയ്യാം. അതിനപ്പുറമായിട്ട്, അതിനുപരിയായിട്ട് നിങ്ങൾക്ക് ഇതിന്റെ എമൗണ്ടും കൂടി നിങ്ങൾക്ക് ലംസമായിട്ട് ഫിക്സഡ് ആയിട്ട് കിട്ടും. നിങ്ങൾക്ക് അവിടുത്തെ എക്സ്പെൻസ് എത്രയാണെന്ന് നോക്കുന്നില്ല, ഹോസ്പിറ്റൽ എക്സ്പെൻസസ് എത്രയാണെന്ന് നോക്കുന്നില്ല. നമ്മൾ ഈ ബേസ് പ്ലാനിൽ എത്രയാണോ നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുള്ള എമൗണ്ട് നമുക്ക് മുഴുവനായിട്ട് നമ്മളുടെ കയ്യിലേക്ക് കിട്ടും. 25 ലക്ഷമാണ് നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ 25 ലാക്സും ക്രിട്ടിക്കൽ ഇൽനസ് ഏതാണോ ക്രിട്ടിക്കൽ ഇൽനസ് അത് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ സർട്ടിഫിക്കറ്റ്സും അതിന്റെ ക്ലെയിം ഫോംസും എല്ലാം നമ്മൾ ഓഫീസിൽ ഹാജരാക്കി കഴിഞ്ഞാൽ ആ എമൗണ്ട് ഡയറക്റ്റ് ഇദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ കിട്ടും. വേറെ മെഡിക്ലെയിം ഉണ്ടെങ്കിൽ ആ മെഡിക്ലെയിം അവർക്ക് അതിൽ ഹോസ്പിറ്റൽ ക്യാഷ് ബെനിഫിറ്റ് ആയിട്ട്, ക്യാഷ്ലെസ് ബെനിഫിറ്റ് ആയിട്ട് ക്ലെയിം ചെയ്യാം. ഇത് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ബെനിഫിറ്റ് ആയിട്ടാണ് വരുന്നത്, ലംസമായിട്ടാണ് ഇത് വരുന്നത്. സോ 8ാമത്തെ ബെനിഫിറ്റ് സ്പെഷ്യൽ എക്സിറ്റ് വാല്യൂ. സ്പെഷ്യൽ എക്സിറ്റ് വാല്യൂ ഞാൻ നേരത്തെ പറഞ്ഞു. സ്വാഭാവികമായിട്ട് നമ്മൾ എടുക്കുന്ന പോളിസി ഒരു തിരിച്ചു കിട്ടാത്ത, നമ്മൾ അടയ്ക്കുന്ന പ്രീമിയം തിരിച്ചു കിട്ടാത്ത ഒരു പ്ലാനാണ് ഈ ഒരു പ്ലാനിലുള്ളത്. പക്ഷെ ഇടയ്ക്ക് വെച്ച് ഞാൻ നേരത്തെ പറഞ്ഞു ഒരു 35 വർഷത്തേക്ക് പോളിസി എടുത്തു. 30 വയസ്സുള്ള അല്ലെങ്കിൽ 35 വയസ്സുള്ള ഒരു വ്യക്തി 35 വർഷത്തേക്ക് പോളിസി എടുത്തു. അദ്ദേഹം പറയാണ് 35 വയസ്സുള്ള ഒരാള് 65ാമത്തെ വയസ്സിൽ പറയാണ് ഇനി മുതൽ എനിക്ക് ഒരു പോളിസിയുടെ ഒരു റിക്വയർമെന്റ് ഇല്ല, കാരണം എന്റെ ഫാമിലിയിൽ എല്ലാവരും തന്നെ നല്ലൊരു വെൽ സെറ്റിൽഡ് ആയി, അവർ ഇൻഡിപെൻഡന്റ് ആയി കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഇനി മുന്നോട്ട് പോകുമ്പോൾ എനിക്ക് അതിന്റെ ഒരു ആവശ്യമില്ല എന്ന് പറയുന്ന സാഹചര്യത്തിൽ നമുക്കിത് എക്സിറ്റ് ചെയ്യാം. എക്സിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അടയ്ക്കുന്ന പ്രീമിയം നമുക്ക് മുഴുവനായിട്ട് തിരിച്ചു കിട്ടും. അതാണ് ഇതിൽ സ്പെഷ്യൽ എക്സിറ്റ് വാല്യൂ എന്ന് പറയുന്നത്. സോ ആക്സിലറേറ്റഡ് 9ാമത്തെ ബെനിഫിറ്റ് വരുന്നത് ആക്സിലറേറ്റഡ് ടെർമിനൽ ഇൽനസ് എന്നാണ് ഇതിന്റെ ഓപ്ഷൻ വരുന്നത്. ആക്സിലറേറ്റഡ് ടെർമിനൽ ഇൽനസ് എന്ന് പറയുന്നത് ഒരു വ്യക്തി പോളിസി എടുത്തതിന് ശേഷം അദ്ദേഹത്തിന്റെ ഒരു 6 മാസത്തിനുള്ളിൽ അദ്ദേഹത്തിന് സർവൈവ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു കാര്യം വരുന്ന സമയത്ത്
അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ 2 IMA സർട്ടിഫൈഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് സാക്ഷ്യപ്പെടുത്തുവാണ് അദ്ദേഹം അടുത്ത 6 മാസത്തേക്ക് അദ്ദേഹത്തിന് അതിനപ്പുറം അദ്ദേഹത്തിന് ജീവിക്കാനുള്ള സാഹചര്യം ഇല്ല എന്ന് സർട്ടിഫൈ ചെയ്യുകയാണെങ്കിൽ അദ്ദേഹം ഇപ്പൊ 2 കോടിയാണ് കവറേജ് എടുത്തിട്ടുണ്ടെങ്കിൽ 1 കോടി അദ്ദേഹം എക്സ്പയർഡ് ആവുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിന്റെ ഫാമിലിക്ക് കൊടുക്കും. 1 കോടി അദ്ദേഹത്തിന് കൊടുക്കും. അതിനുശേഷം പിന്നെ പ്രീമിയം ഒന്നും അടയ്ക്കേണ്ട. പിന്നെ എന്നാണോ അദ്ദേഹം എക്സ്പയർഡ് ആവുന്നത് അന്ന് 1 കോടി രൂപയുടെ ബെനിഫിറ്റ് അദ്ദേഹത്തിന്റെ ഫാമിലിക്ക് കിട്ടുകയും ചെയ്യും. അതാണ് ആക്സിലറേറ്റഡ് ടെർമിനൽ ഇൽനെസ്. അതായത് ഒരു വ്യക്തിയുടെ അദ്ദേഹത്തിന്റെ മരണത്തിന് മുന്നേ അസ്യൂംഡ് ഡെത്ത് എന്നാണ് പറയുന്നത്. അത് IMA സർട്ടിഫൈഡ് ഡോക്ടേഴ്സ് സാക്ഷ്യപ്പെടുത്തി കഴിഞ്ഞാൽ 2 പേരാണ് സാക്ഷ്യപ്പെടുത്തേണ്ടത്. സാക്ഷ്യപ്പെടുത്തി കഴിഞ്ഞാൽ ഈ എമൗണ്ട് ലംസമായിട്ട് നോമിനിക്കോ അല്ലെങ്കിൽ അദ്ദേഹത്തിനും ഡയറക്റ്റ് ആയിട്ട് കിട്ടും. സോ കവർ കണ്ടിന്യൂസ് ബെനിഫിറ്റ് ഞാൻ നേരത്തെ പറഞ്ഞു ഇൻഡസ്ട്രിയിൽ ആദ്യമായിട്ടാണ്. സോ ഒരൊറ്റ വർഷം പ്രീമിയം അടയ്ക്കാൻ പറ്റില്ല. 3 വർഷത്തിന് ശേഷം നമുക്ക് എപ്പോ വേണമെങ്കിലും പ്രീമിയം ഇന്റർവെൽസ് എടുക്കാം. എല്ലാ 5 വർഷം കൂടുമ്പോഴും പ്രീമിയം ഇന്റർവെൽസ് എടുക്കാൻ പറ്റും. മൾട്ടിപ്പിൾ ടൈംസ് പ്രീമിയം ഇന്റർവെൽസ് എടുക്കാൻ പറ്റും. ഇപ്പൊ നമ്മളൊരു 35 വർഷത്തെ പോളിസി ആണെങ്കിൽ ആദ്യത്തെ 3 വർഷം കഴിഞ്ഞു, പിന്നീട് നമ്മൾ 4ാമത്തെ വർഷം പ്രീമിയം അടയ്ക്കുന്നില്ല. അടുത്ത 5ാമത്തെ വർഷം പ്രീമിയം അടയ്ക്കാം. പ്രീമിയം അടയ്ക്കുമ്പോൾ നമ്മൾ ആ കഴിഞ്ഞ വർഷത്തെ ഡ്യൂ എമൗണ്ടും കൂടി അടയ്ക്കണം. പക്ഷെ ഡ്യൂ എമൗണ്ടിന് ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് അടയ്ക്കാനായിട്ടുള്ള ഓപ്ഷൻസ് ലഭ്യമാണ്. സോ നെക്സ്റ്റ് ഈസ് ഇൻസ്റ്റാ പേയ്മെന്റ് ഓൺ ക്ലെയിം ഇന്റിമേഷൻ. നേരത്തെ പറഞ്ഞ തന്നെയാണ് നമുക്ക് പെട്ടെന്നുള്ള ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ ക്ലെയിം ഇന്റിമേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ക്ലെയിം എമൗണ്ട് ഒരു ചെറിയൊരു എമൗണ്ട് 2 lakhs ഇമ്മീഡിയറ്റ് ആയിട്ട് ക്ലെയിം ഇന്റിമേറ്റ് ചെയ്യുന്ന 24 മണിക്കൂറിനുള്ളിൽ അദ്ദേഹത്തിന്റെ നോമിനിയുടെ അക്കൗണ്ടിലേക്ക് പോകും. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ കവർ ചെയ്യുന്നത്. ഇതിൽ ഒരുപാട് പുതിയ കാര്യങ്ങൾ വരുന്നുണ്ട്. ഇൻഡസ്ട്രിയിൽ ആദ്യമായിട്ട് വന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ വി വിൽ ഗോ ടു ദി അതർ സ്ലൈഡ്. സോ ഇതിൽ ഡീറ്റെയിലെല്ലാം ഞാൻ പറഞ്ഞതാണ്. ഞാൻ പ്രസന്റേഷനിലേക്ക് അധികം നമ്മൾ ടൈം എടുക്കുന്നില്ല. ഇതെല്ലാം ഞാനിപ്പോൾ നിങ്ങളുടെ അടുത്ത് പറഞ്ഞാണ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പൊ നമ്മൾ ക്ലെയിം ഇന്റിമേഷൻ ചെയ്ത് കഴിഞ്ഞാൽ 2 ലക്ഷം രൂപ ഇമ്മീഡിയറ്റ് ആയിട്ട് കിട്ടും. 1 വർക്കിംഗ് ഡേയിലുള്ളിൽ കിട്ടും. ഇത് വെയിറ്റിംഗ് പീരീഡ് വരുന്നത് 1 വർഷത്തിന് ശേഷം വരുന്ന ക്ലെയിമുകളാണ് ഇതിന്റെ വെയിറ്റിംഗ് പീരീഡ് വരുന്നത്. സോ ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് ഈ ഒരു പ്രസന്റേഷനിൽ കൊടുത്തിട്ടുണ്ട്. ക്ലെയിം ഇന്റിമേഷൻ ഡെത്ത് സർട്ടിഫിക്കറ്റ് ആണ് പ്രൈമറി ആയിട്ട് വേണ്ടത്. സോ ക്യാൻസൽഡ്. അപ്പൊ എല്ലാവരും ചോദിക്കും ഡെത്ത് സർട്ടിഫിക്കറ്റ് കിട്ടാനായിട്ട് ടൈം എടുക്കില്ല. ഡെത്ത് സർട്ടിഫിക്കറ്റ് നമ്മൾ അതത് ഏതിലാണോ, നമ്മൾ കോർപ്പറേഷനിലാണോ, പഞ്ചായത്തിലാണോ, മുനിസിപ്പാലിറ്റിയിലാണോ നമ്മൾ ഇന്റിമേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡെത്ത് സർട്ടിഫിക്കറ്റ് കമ്പാരിറ്റീവ്ലി ബാക്കിയുള്ള ഡോക്യുമെന്റ്സ് കിട്ടുന്നതിന് ഫാസ്റ്റ് ആയിട്ട് കിട്ടുന്നതാണ്. അപ്പോ ക്യാൻസൽ ചെക്ക് ലീഫ്, അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ അത് ഐദർ ക്യാൻസൽ ചെക്ക് ലീഫ് ഓർ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ്, KYC ഓഫ് നോമിനി ആൻഡ് പോളിസി ഡോക്യുമെന്റ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് ഇമ്മീഡിയറ്റ് ആയിട്ട് കിട്ടാൻ. ഇവിടെ കുറച്ച് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒരു എക്സാമ്പിൾ നമുക്ക് ഇതില്. സോ ഇത് മിസ്റ്റർ ആര്യൻ, 30 വയസ്സുള്ള ഒരു വ്യക്തിയാണ്. ബെനിഫിറ്റ് കവേർഡ് ഓഫേർഡ് ലൈഫ് കവർ എന്ന് പറഞ്ഞ ഓപ്ഷനാണ് അദ്ദേഹം എടുത്തിട്ടുള്ളത്. അദ്ദേഹം 30 വർഷത്തേക്കാണ് പോളിസി ചോയ്സ് ചെയ്തിട്ടുള്ളത് അടയ്ക്കേണ്ടത്. സോ പോളിസി ടേം അദ്ദേഹം എടുത്തിട്ടുള്ളത് പേ ടിൽ 60 years, 60 വയസ്സ് വരെ അടയ്ക്കുന്നു. PT പോളിസി ടേം 55 yearsലേക്കാണ് എടുത്തേക്കുന്നത്. അദ്ദേഹത്തിന്റെ ആനുവൽ പ്രീമിയം വരുന്നത് 31,730 രൂപയാണ്. കവറേജ് വരുന്നത് 2 കോടിയാണ് അദ്ദേഹത്തിന്റെ കവറേജ് വരുന്നത്. സോ ഇതിൽ കാണിച്ചിട്ടുള്ളത് അദ്ദേഹം 5ാമത്തെ വർഷം കഴിഞ്ഞ് 6ാമത്തെ വർഷം അദ്ദേഹം പെട്ടെന്ന് അൺഫോർച്ചുനേറ്റ്ലി അദ്ദേഹം ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോകണം. ആ സമയത്ത് അദ്ദേഹത്തിന്റെ ഫാമിലിക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇമ്മീഡിയറ്റ് സെറ്റിൽമെന്റ് അദ്ദേഹത്തിന് ചോദിക്കാം. ഒരു 2 lakhs ഇമ്മീഡിയറ്റ് ആയിട്ട് ക്ലെയിം സെറ്റിൽമെന്റ് ചെയ്യുന്നു. അതിനുശേഷം 1.98 crore കൂടി, അതായത് 2 കോടി മുഴുവനായിട്ട് സെറ്റിൽ ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം പോളിസി ടെർമിനേറ്റ് ആവുന്നു. ഇതൊരു ഒക്കേഷനിലാണ് പറഞ്ഞത്. ആനുവൽ പ്രീമിയം അദ്ദേഹം അടയ്ക്കുന്നത് 31,730 രൂപ വരുന്നുള്ളൂ അദ്ദേഹത്തിന്. ടോട്ടൽ പ്രീമിയം പെയ്ഡ് 5 വർഷം കൊണ്ട് അദ്ദേഹം അടച്ചത് 1,58,650 രൂപയാണ് അദ്ദേഹം 5 വർഷം കൊണ്ട് പ്രീമിയം അടച്ചത്. ഇതൊരു ഫസ്റ്റ് ഒരു ഇൻസിഡന്റ് ആണ്. സോ പേ ലേറ്റർ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ നമുക്ക് വരുന്നത് അതായത് നമ്മൾ പറഞ്ഞല്ലോ കവർ കണ്ടിന്യൂൻസ് ഓപ്ഷൻ. ദ പോളിസി ഈസ് അലൗഡ് ടു ഡിഫർ. 12 മാസമാണ് നമുക്ക് അതിനുള്ള ടൈം വരുന്നത്. അതായത് 1 year വരെ നമുക്ക് പോളിസി ഇത് ചെയ്യാം. അതിന്റെ കണ്ടീഷൻസ് ആണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. 3 വർഷം കഴിഞ്ഞ പോളിസികളിലാണ് ഈ ഒരു ഓപ്ഷൻ അവൈലബിൾ ആയിട്ടുള്ളത്. 30 ദിവസം മുമ്പ് നമ്മൾ ഇന്റിമേറ്റ് ചെയ്യണം. അതായത് പോളിസി ഡ്യൂ ഡേറ്റിന് 30 ദിവസം മുമ്പ് ഇന്റിമേറ്റ് ചെയ്യണം. മന്ത്ലി മോഡാണെങ്കിൽ 15 ദിവസം മുമ്പ് നമ്മൾ ഇന്റിമേറ്റ് ചെയ്യണം. ഇതാണ് അതിന്റെ ഇത് വരുന്നത്. എല്ലാ 5 വർഷം കൂടുമ്പോഴും നമുക്ക് ഇതിന്റെ ഇതെടുക്കാം. ഈ ഒരു ബെനിഫിറ്റ് ഷാൽ ബി അവൈലബിൾ ഫോർ മൾട്ടിപ്പിൾ ടൈംസ് വിത്ത് എ ഗ്യാപ്പ് ഓഫ് 5 years. അതായത് ഇപ്പോൾ 4 വർഷം കഴിഞ്ഞിട്ടാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ പിന്നെ അടുത്ത 5 വർഷം കഴിയുമ്പോൾ നമുക്ക് വീണ്ടും ഇങ്ങനത്തെ ഒരു 1 year നമുക്ക് ബ്രേക്ക് എടുക്കാം. അതിനുശേഷം അടുത്തൊരു 5 വർഷം കഴിയുമ്പോൾ വീണ്ടും
1 ഇയർ ബ്രേക്ക് എടുക്കാൻ പറ്റും. അപ്പൊ അതൊരു വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. നമുക്കൊരു ഫിനാൻഷ്യലി എന്തെങ്കിലും ഒരു ഇത് വരുവാണെങ്കിൽ ആ സമയത്ത് നമുക്കൊരു ചെറിയൊരു ഇന്റർവൽ എടുക്കാനുള്ള ടൈം. സോ ഇൻ കേസ് ഓഫ് ദ ഡെത്ത് ഓഫ് ദി ലൈഫ് ഇൻഷുർഡ്, ദ ഡ്യൂ എമൗണ്ട് വിൽ ബി ഡിഡക്റ്റഡ് ഫ്രം ദി ഡെത്ത് ബെനിഫിറ്റ്. അതായത് ആ സമയത്താണ് നമ്മൾ പ്രീമിയം അടയ്ക്കാത്ത ആ കവർ കണ്ടിന്യൂൻസ് ബെനിഫിറ്റ് കിട്ടുന്ന സമയത്താണ് മരണം സംഭവിക്കണമെങ്കിൽ ആ 2 കോടിയിൽ നിന്ന് അദ്ദേഹം അടയ്ക്കേണ്ട പ്രീമിയം എമൗണ്ട് കുറച്ച് ബാക്കിയുള്ള എമൗണ്ട് സെറ്റിൽ ചെയ്യും. അത് വലിയൊരു ഡീലല്ല, കാരണം നമുക്കറിയാം 30,000 രൂപയാണ് അദ്ദേഹം പ്രീമിയം അടയ്ക്കുന്നത്. ആ പ്രീമിയം എമൗണ്ട് അതിന് ഡിഡക്ട് ചെയ്തിട്ട് 1 കോടിക്ക് മുകളിൽ 1,99,00,000 മുകളിലുള്ള എമൗണ്ട് തന്നെ, അല്ലെങ്കിൽ 2 കോടിക്ക് ചെറിയ നിസ്സാര എമൗണ്ട് കുറച്ച് ബാക്കിയുള്ള എമൗണ്ട് അവർക്ക് സെറ്റിൽ ചെയ്യും. അതാണ് ഇതിന്റെ ബെനിഫിറ്റ്. സോ രണ്ടാമത്തത് മിസ്റ്റർ ആര്യൻ 30 years എഞ്ചിനീയർ, അദ്ദേഹത്തിന്റെ വേറൊരു സിറ്റുവേഷൻ ആണ് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം വീണ്ടും ഇതേ സെയിം ഓപ്ഷൻ നേരത്തെ പറഞ്ഞ പോലെ 31,730 തന്നെയാണ് എടുത്തിട്ടുള്ളത്. സോ അതിൽ വരുന്നത് അദ്ദേഹം ഇടയ്ക്ക് വെച്ച് ഇന്റർവൽ എടുത്തു. 4ാമത്തെ വർഷം അദ്ദേഹം എന്ത് ചെയ്തു, ഇന്റർവൽ എടുത്തു. മിസ്റ്റർ ആര്യൻ അപ്ലൈഡ് ഫോർ കവർ കണ്ടിന്യൂൻസ് ബെനിഫിറ്റ് ബിഫോർ 90 days ഓഫ് ഡ്യൂ പ്രീമിയം ഡേറ്റ് ആൻഡ് ഡിഫേർഡ് ദ 4th പ്രീമിയം. 4ാമത്തെ വർഷം പ്രീമിയം അടയ്ക്കുന്നില്ല. അതിനുശേഷം അദ്ദേഹത്തിന് അപ്പൊ ആക്ച്വലി അദ്ദേഹം 6ാമത്തെ വർഷം അദ്ദേഹം ടോട്ടൽ പ്രീമിയം അടയ്ക്കുന്നത് അവിടെ നോക്കിക്കഴിഞ്ഞാൽ ടോട്ടൽ പ്രീമിയം പേബിൾ ഇൻ 5 years 63,460. അദ്ദേഹം 4th and 5th ഇയറും മാത്രമാണ് പ്രീമിയം പിന്നീട് വരുന്നത്. ആ ഇടയ്ക്ക് വെച്ചിട്ടുള്ള പ്രീമിയം അദ്ദേഹം ഡ്യൂസ് അടച്ചിട്ടുണ്ട്. അതിനുശേഷം അദ്ദേഹത്തിന് 6th ഇയർ ഓൺവേർഡ്സ് അദ്ദേഹത്തിന് സെയിം പ്രീമിയം തന്നെ അടച്ചാൽ മതി. അദ്ദേഹത്തിന്റെ കവറേജ് ടിൽ അദ്ദേഹത്തിന് കണ്ടിന്യൂ ചെയ്ത് കിട്ടും. ഈ 2 കോടിയുടെ കവറേജ് അദ്ദേഹത്തിന് കണ്ടിന്യൂ ചെയ്ത് കിട്ടും. സോ 3ാമത്തെ അദ്ദേഹത്തിന് വീണ്ടും ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുള്ളതാണ് സ്റ്റഡി കവർ കണ്ടിന്യൂൻസ് ബെനിഫിറ്റിനെ കുറിച്ച്. ഇതൊരു 3ാമത്തെ വർഷം, സ്ക്രീൻ വിസിബിൾ ആണല്ലോ അല്ലേ? ഓക്കെ, 3ാമത്തെ വർഷമാണ് അദ്ദേഹം പ്രീമിയം 3ാമത്തെ വർഷം എടുത്തു. 4ാമത്തെ വർഷം അദ്ദേഹം പ്രീമിയം അടയ്ക്കുന്നില്ല. അതിനുശേഷം അദ്ദേഹം പാസസ് അവേ. ആ ഒരു സമയത്ത് അദ്ദേഹത്തിന് 1 വർഷത്തെ പ്രീമിയം അടയ്ക്കാതെ അദ്ദേഹം അടച്ചിട്ടുള്ളത് 1,68,270 രൂപയാണ് പ്രീമിയം അടച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ഇത് കഴിയുമ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ലംസം ബെനിഫിറ്റ് ഓഫ് 1.98 crore is payable on final claim settlement. അതായത് ഇമ്മീഡിയറ്റ് ആയിട്ട് അവർക്ക് 2 ലക്ഷം രൂപയുടെ ക്ലെയിം എടുക്കാം. അപ്പൊ ഈ അടയ്ക്കേണ്ട പ്രീമിയം കുറച്ചിട്ടുള്ള എമൗണ്ട് അദ്ദേഹത്തിന്റെ ഫാമിലിക്ക് കിട്ടും. കൂടാതെ 1,98,00,000 രൂപയും ആ ഫാമിലിക്ക് മുഴുവനായിട്ട് കിട്ടും. സോ ഇത്രയും ബെനിഫിറ്റ്സ് ആണ് ഇതിന്. ആ ഒരു ബെനിഫിറ്റിനാണ് നമ്മൾ പറഞ്ഞത് ഒരു ഇന്റർവെൽ എടുക്കാം. ഇത് ഇൻഡസ്ട്രിയിൽ തന്നെ, ഇൻഷുറൻസ് ഇൻഡസ്ട്രിയിൽ തന്നെ ആദ്യമായിട്ട് അവതരിപ്പിച്ചിട്ടുള്ള ഒരു ഓപ്ഷനാണ്. ഇത് എല്ലാവർക്കും, എല്ലാ NRIസിനും റെസിഡന്റ് ഇന്ത്യൻസിനും എല്ലാവർക്കും ഇത് എടുക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഈ ഒരു ഓപ്ഷൻ എടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. സോ ദ നെക്സ്റ്റ് ഓപ്ഷൻ ഈസ് സ്പെഷ്യൽ എക്സിറ്റ് വാല്യൂ. സ്പെഷ്യൽ എക്സിറ്റ് വാല്യൂ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു പോളിസി ടേം എടുത്തു കഴിഞ്ഞാൽ റെഗുലർ പ്രീമിയത്തിലാണ് ആ ഓപ്ഷൻ ഉള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 35 വർഷത്തേക്ക് നമ്മളൊരു പോളിസി എടുത്തു, അല്ലെങ്കിൽ 55 വർഷത്തേക്ക് പോളിസി എടുത്തു. സപ്പോസ് ഒരു 30 വർഷം കഴിയുമ്പോൾ അദ്ദേഹത്തിന് അപ്പോൾ തന്നെ ഓപ്ഷൻ എടുക്കാം. എന്ത് ചെയ്യാം, അദ്ദേഹത്തിന് വേണമെങ്കിൽ ആ ഫുൾ എമൗണ്ട്, അതായത് പോളിസി 85 വയസ്സ് വരെ എടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ ഒരു 30 വയസ്സുകാരൻ 85 വയസ്സ് വരെയാണ് പോളിസിയുടെ കവറേജ് എടുത്തിട്ടുള്ളത്. സോ അദ്ദേഹത്തിന് 81ാമത്തെ വയസ്സിൽ വേണമെങ്കിൽ അദ്ദേഹത്തിന് എക്സിറ്റ് ചെയ്ത് പോവാം. എങ്ങനെ എക്സിറ്റ് ചെയ്ത് പോവാം? അദ്ദേഹം അടച്ചിട്ടുള്ള മുഴുവൻ തുകയും അദ്ദേഹത്തിന് തിരിച്ചു കിട്ടിക്കൊണ്ട് അദ്ദേഹത്തിന് എക്സിറ്റ് ചെയ്ത് പോവാം. 4 വർഷം മുന്നേ എക്സിറ്റ് ചെയ്ത് പോകാനുള്ള ഓപ്ഷനാണ് ഉള്ളത്. 4 വർഷത്തിന് മുന്നേ എക്സിറ്റ് ചെയ്യണം. അതായത് 85 വയസ്സ് വരെ കവറേജ് എടുത്ത വ്യക്തിയാണെങ്കിൽ അദ്ദേഹം 81ാമത്തെ വയസ്സിൽ എക്സിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. 82ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന് എക്സിറ്റ് ചെയ്യാൻ പറ്റില്ല. കവറേജ് പിന്നീട് കണ്ടിന്യൂ ചെയ്ത് പോകാനുള്ള ഓപ്ഷൻ മാത്രമേ അദ്ദേഹത്തിനുള്ളൂ. പക്ഷെ അദ്ദേഹത്തിന് 81ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന് എക്സിറ്റ് ചെയ്ത് പോയാൽ അദ്ദേഹം അടച്ച പ്രീമിയം മുഴുവനായിട്ട് അദ്ദേഹത്തിന് തിരിച്ചു കിട്ടും. അപ്പൊ ആ ഒരു ബെനിഫിറ്റ് ഇതിലുണ്ട്. അത് 30 വർഷത്തിന് മുകളിലുള്ള ഏത് പോളിസി എടുത്തു കഴിഞ്ഞാലും അത് ഈ ഒരു ബെനിഫിറ്റ് അവൈലബിലിറ്റി ഉണ്ട്. 30 ഇയേഴ്സിന് മുകളിലുള്ള റെഗുലർ പ്രീമിയം ഏതെടുത്തു കഴിഞ്ഞാലും അദ്ദേഹത്തിന് ഈ ഒരു ബെനിഫിറ്റ് കിട്ടും. സോ ഇതിന്റെ ഒരു എക്സാമ്പിൾ തന്നെയാണ് കൊടുത്തേക്കുന്നത്. പ്രകാശ് എന്ന് പറഞ്ഞ വ്യക്തി ബെനിഫിറ്റ് ഓഫേർഡ് സ്പെഷ്യൽ എക്സിറ്റ് വാല്യൂ സമ്മഷ്യൂർഡ് 2 കോടിയാണ് എടുത്തിട്ടുള്ളത്. പ്രീമിയം പേയിങ് ടേം അദ്ദേഹം 60 വയസ്സ് വരെയാണ് അടയ്ക്കുന്നത്. 30 വർഷത്തേക്കാണ് പ്രീമിയം അടയ്ക്കേണ്ടത്. സോ പോളിസി ടേം 55 ഇയേഴ്സിലേക്കാണ് എടുത്തേക്കുന്നത്. അപ്പൊ 85 വയസ്സ് വരെയാണ്. സോ ആനുവൽ പ്രീമിയം 31,730 എക്സ്ക്ലൂഡിംഗ് ടാക്സ് ആണ് വരുന്നത്. സോ ഇൻസെപ്ഷൻ തൊട്ട് അദ്ദേഹം അടയ്ക്കുന്നു. പ്രകാശ് ഡോണ്ട് വാണ്ട് ടു കണ്ടിന്യൂ ദി പോളിസി, അതായത് അദ്ദേഹം 31 വർഷം കഴിയുമ്പോൾ അദ്ദേഹം തീരുമാനിക്കുകയാണ് എനിക്ക് പോളിസി കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമില്ല. അപ്പൊ അദ്ദേഹം അടച്ച എമൗണ്ട് ആയിട്ടുള്ള മുഴുവൻ എമൗണ്ട്, അദ്ദേഹത്തിന് 30 വർഷം അടച്ചിട്ടുള്ള എമൗണ്ട് മുഴുവനായിട്ട് അദ്ദേഹത്തിന് തിരിച്ചു കിട്ടുന്നു. 31,730 × 30 വർഷം എന്ന് പറയുമ്പോൾ 9,51,900 രൂപ അദ്ദേഹത്തിന് മുഴുവനായിട്ട് അദ്ദേഹത്തിന് തിരിച്ചു കിട്ടുന്നു. സോ ഇതാണ് ഈ സ്പെഷ്യൽ എക്സിറ്റ് വാല്യൂവിന്റെ ഒരു ഓപ്ഷൻ. സാധാരണ ഒരു ഓപ്ഷനാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതായത് അടച്ച പ്രീമിയം
തിരിച്ചു കിട്ടാത്ത ഓപ്ഷൻ എടുത്തിട്ടും അദ്ദേഹത്തിന് നോ കോസ്റ്റ് ടേം പ്ലാൻ ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അദ്ദേഹത്തിന് അടച്ച പൈസ അദ്ദേഹത്തിന് തിരിച്ചു കിട്ടുന്നു. അതായത് ROP എന്ന് പറഞ്ഞ ഓപ്ഷൻ നമ്മൾ കണ്ടിട്ടുണ്ട്, റിട്ടേൺ ഓഫ് പ്രീമിയം. നമ്മൾ അടയ്ക്കുന്ന പ്രീമിയം തിരിച്ചു കിട്ടുന്ന പ്ലാനുകളുണ്ട്. അങ്ങനത്തെ പ്ലാനുകൾ എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഈ ഒരു പ്രീമിയത്തിന് കിട്ടില്ല. 31,730 എന്നുള്ളത് ഓൾമോസ്റ്റ് നമ്മൾ ഒരു 60,000 രൂപയുടെ അടുത്ത് ഇരട്ടിയോളം പ്രീമിയം അടച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് റിട്ടേൺ ഓഫ് പ്രീമിയം കിട്ടുള്ളൂ. പക്ഷെ ഈ ഒരു പ്ലാനിൽ ഉള്ള ബെനിഫിറ്റ് റിട്ടേൺ ഓഫ് പ്രീമിയം അല്ല നമ്മൾ എടുക്കുന്നത്, പക്ഷെ നമുക്ക് ഈ റിട്ടേൺ ഓഫ് നമ്മളുടെ അടച്ച പ്രീമിയം തിരിച്ചു കിട്ടാനുള്ള ഒരു പ്രൊവിഷൻ ഇതിൽ വെച്ചിട്ടുണ്ട്. ഇതാണ് ഇതിലെ ഏറ്റവും വലിയ അട്രാക്റ്റീവ് ആയിട്ടുള്ള പോയിന്റ്. സോ നെക്സ്റ്റ് വീണ്ടും ഒരു ഓപ്ഷൻ ഇട്ടേക്കാണ് അജയ് എന്ന് പറഞ്ഞ ആളുടെ. അദ്ദേഹം എടുത്തിട്ടുള്ളത് ബെനിഫിറ്റ് ഓഫേർഡ് ആക്സിലറേറ്റഡ് ക്രിട്ടിക്കൽ ഇൽനെസ് ബെനിഫിറ്റ് എടുത്തിട്ടുണ്ട്. അദ്ദേഹം പ്രീമിയം വരുന്നത് അദ്ദേഹത്തിന് എക്സ്ട്രാ പ്രീമിയം, അതായത് ആക്സിലറേറ്റഡ് ക്രിട്ടിക്കൽ ഇൽനെസ് എടുത്ത കാരണം അദ്ദേഹത്തിന് ഒരു അഡീഷണൽ പ്രീമിയം വന്നിട്ടുണ്ട്. 2,700 രൂപയാണ് അഡീഷണൽ ആയിട്ട് വന്നിട്ടുള്ളത്. ടോട്ടൽ പ്രീമിയം വരുന്നത് 34,430 രൂപയാണ് അദ്ദേഹത്തിന് വരുന്നത്. 85 വയസ്സ് വരെയാണ് കവറേജ് എടുത്തിട്ടുള്ളത്. സോ ഈ ഒരു ഒക്കേഷനിൽ അദ്ദേഹത്തിന് പോളിസിയുടെ 10ാമത്തെ വർഷം അദ്ദേഹത്തിന് ഇത് വരുവാണ്, അതായത് അദ്ദേഹത്തിന് ഒരു ഹാർട്ട് അറ്റാക്ക് വരുവാണ്. ഹാർട്ട് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ ക്രിട്ടിക്കൽ ഇൽനെസ് ആണ്. ക്രിട്ടിക്കൽ ഇൽനെസ്സിൽ വരുന്ന ഒരു കാര്യമാണ്. ആക്സിലറേറ്റഡ് ക്രിട്ടിക്കൽ ഇൽനെസ് എടുത്ത കാരണം തന്നെ അദ്ദേഹത്തിനുള്ള ബെനിഫിറ്റ് എന്ന് വെച്ചാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് അവർ ക്ലെയിം ഫോംസും കാര്യങ്ങളും എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ, ഡോക്യുമെന്റ്സ് എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ 10 ലക്ഷം രൂപ കൊടുക്കും. 2 കോടിയിൽ നിന്ന് 10 ലക്ഷം രൂപ കൊടുക്കും. ബാക്കി 1,90,00,000 രൂപയുടെ കവറേജ് ടിൽ 85 വയസ്സ് വരെ അദ്ദേഹത്തിന് കണ്ടിന്യൂസ് ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കും. അതാണ് ആക്സിലറേറ്റഡ് ക്രിട്ടിക്കൽ ഇൽനെസ്. അപ്പൊ സ്വാഭാവികമായിട്ട് പ്രീമിയം കുറവായിരിക്കും നമ്മൾ അടയ്ക്കേണ്ടത്. കാരണം നമുക്ക് ഈ കവറേജിൽ നിന്ന് നമ്മളുടെ 2 കോടി കവറേജിൽ നിന്ന് ഈ 10 ലക്ഷം തന്ന 10 ലക്ഷം കുറച്ചുകൊണ്ടാണ് അവിടെ കവറേജ് കണ്ടിന്യൂ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ആക്സിലറേറ്റഡ് ക്രിട്ടിക്കൽ ഇൽനെസ് എന്ന് പറയുന്നത്. അതായത് നമ്മളുടെ ബേസ് കവറേജിൽ നിന്ന് നമുക്ക് തന്ന എമൗണ്ട് അവിടെ കുറയ്ക്കും. അതുകൊണ്ടാണ് ആക്സിലറേറ്റഡ് എന്ന് പറയുന്നത്. പക്ഷെ അതുകൊണ്ട് തന്നെയാണ് കവറേജ് കുറവായിരിക്കും. സോ ഇതാണ് നമുക്ക് ബേസിക് ആയിട്ടുള്ള ബെനിഫിറ്റ്സ് വരുന്നത്. സോ അടുത്തൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമുക്ക് ടെർമിനൽ ഇൽനെസ് എന്ന് പറഞ്ഞ ബെനിഫിറ്റ് ആണ്. നമ്മളിപ്പോ കണ്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് റിവൈവ് ചെയ്ത് നിങ്ങളൊന്ന് ഞാൻ റിക്കളക്ട് ചെയ്യാം. സോ 1 ഈസ് നമ്മൾ പഠിച്ചത് കവർ കണ്ടിന്യൂസ് ബെനിഫിറ്റ് ആണ്. സോ രണ്ടാമത് നമ്മൾ പഠിച്ചത് സ്പെഷ്യൽ എക്സിറ്റ് ആണ് പഠിച്ചത്. സോ മൂന്നാമത് നമ്മൾ ടെർമിനൽ ഇൽനെസ് ബെനിഫിറ്റിനെ കുറിച്ചാണ്. ഇത് പറഞ്ഞ പോലെ തന്നെ ഞാൻ ആദ്യത്തെ സ്ലൈഡിൽ തന്നെ പറഞ്ഞിരുന്നു. കാരണം ടെർമിനൽ നമുക്ക് ഒരു അസ്യൂംഡ് ഡെത്ത്, അതായത് ഒരു അടുത്ത 6 മാസത്തിനുള്ളിൽ ഒരു വ്യക്തി മരണപ്പെടും എന്ന് കൺഫേം ചെയ്യുകയാണെങ്കിൽ, അത് ഡോക്ടേഴ്സ് കൺഫേം ചെയ്യാണ്, 2 IMA സർട്ടിഫൈഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ ഒരുമിച്ച് ബെനിഫിറ്റ് 1 കോടി വരെ, 2 കോടിയിൽ 1 കോടി ലംസമായിട്ട് കിട്ടുന്നതാണ് ഈ ഒരു ബെനിഫിറ്റ്. അദ്ദേഹത്തിന്റെ എക്സ്പയറിക്ക് മുമ്പ് 1 കോടി കിട്ടും. സോ ടെർമിനൽ ഇൽനെസ് ബെനിഫിറ്റ് വിൽ ആക്സിലറേറ്റ് ദ ഡെത്ത് ബെനിഫിറ്റ്. അതായത് 2 കോടി കവറേജ് ആണ്. അപ്പോൾ 1 കോടി 6 മാസത്തിനുള്ളിൽ അല്ലെങ്കിൽ അദ്ദേഹം ഡെത്ത് സംഭവിക്കും എന്നുള്ള സിറ്റുവേഷനിൽ അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് കൊടുക്കുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഫാമിലിക്ക് കൊടുക്കുന്നു. അതിനുശേഷം പിന്നീട് 2 കോടിക്ക് പകരം 1 കോടിയായിരിക്കും കവറേജ് കണ്ടിന്യൂ ചെയ്യുന്ന. പ്രീമിയം അടയ്ക്കേണ്ട, ആ പ്രീമിയം അടയ്ക്കേണ്ട 1 കോടിയുടെ കവറേജ് കണ്ടിന്യൂ ചെയ്യും. എപ്പോഴാണോ പിന്നീട് എക്സ്പയർഡ് ആവുന്നത്, അദ്ദേഹത്തിന്റെ മരണം സംഭവിക്കുന്നത്, ആ സമയത്ത് പിന്നീടുള്ള 1 കോടി കൊടുക്കും. ഇപ്പൊ സപ്പോസ് ഒരു 5 കോടിയുടെ കവറേജ് ആണ് എടുത്തിട്ടുണ്ടെങ്കിൽ, ഈ ടെർമിനൽ ഇൽനെസ് ആണെങ്കിൽ മാക്സിമം അപ് ടു 1 crore ആണ് ഈ ഒരു സിറ്റുവേഷനിൽ കൊടുക്കുകയുള്ളൂ. ബാക്കിയുള്ള 4 കോടി അദ്ദേഹത്തിന് ടിൽ ആക്ച്വൽ ഡെത്ത് സംഭവിക്കുന്ന സമയത്തായിരിക്കും കൊടുക്കുന്നത്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ടെർമിനൽ ഇൽനെസ് ബെനിഫിറ്റ് ഈസ് പേയബിൾ ഓൺലി വൺസ് during the policy term and only one valid terminal illness benefit claim will be admissible and payable under the policy. അതായത് ഒരൊറ്റ ടെർമിനൽ ഇൽനെസ് ക്ലെയിം ചെയ്യും. ചില ഒക്കേഷൻസിൽ നമുക്ക് ടെർമിനൽ ഇൽനെസ് ക്ലെയിം ചെയ്ത ആൾ ചിലപ്പോൾ സർവൈവ് ചെയ്ത് ലൈഫിലേക്ക് തിരിച്ചു വരാനുള്ള സാധ്യതയും കൂടെയുണ്ട്. അപ്പൊ ആ ഒരു സാധ്യതയിൽ ഈ 1 കോടി രൂപ കൊടുത്തു കഴിഞ്ഞാൽ പിന്നീടും വീണ്ടും ക്ലെയിം ചെയ്യാനായിട്ടുള്ള പ്രൊവിഷൻ ഇല്ല. പിന്നീട് ഒരു ടെർമിനൽ ഇൽനെസ്സിലേക്ക് വരുവാണെങ്കിൽ വീണ്ടും ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ഒരൊറ്റ തവണയാണ് പോളിസി ടേമിലേക്ക് ഇങ്ങനൊരു ഓപ്ഷൻ ക്ലെയിം ചെയ്യാം. ചില റെയർ കേസുകളിൽ ഒരു 99% സർവൈവ് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും. കാരണം ഡോക്ടേഴ്സ് 2 പേരും സർട്ടിഫൈ ചെയ്തിട്ടുള്ള കേസാണ്. പക്ഷെ ചില കേസുകളിൽ ഒരു 1% ചാൻസസ് ഒക്കെ ചില ആളുകൾ സർവൈവ് ചെയ്ത് വരാനുള്ള സാധ്യതകളുണ്ട്. സോ ഇതാണ് നമ്മൾ ടെർമിനൽ ഇൽനെസ്സിനെ കുറിച്ച് സംസാരിക്കുന്നത്. സോ അതിന്റെ ഒരു എക്സാമ്പിൾ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അജയുടെ എക്സാമ്പിൾ ആണ്. സോ അദ്ദേഹത്തിന് അജയ് ഡയഗ്നോസ് വിത്ത് ടെർമിനൽ ഇൽനെസ്. രണ്ടും തമ്മിൽ വ്യത്യാസം മനസ്സിലാക്കുക. ക്രിട്ടിക്കൽ ഇൽനെസ് ഈസ് ഡിഫറെന്റ് ആൻഡ് ടെർമിനൽ ഇൽനെസ് ഈസ് ഡിഫറെന്റ്. ക്രിട്ടിക്കൽ ഇൽനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക്, ഇതുപോലത്തെ സിവിയർ ഇൽനെസ് ആണ് ക്രിട്ടിക്കൽ ഇൽനെസ്. ടെർമിനൽ ഇൽനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ലൈഫ് ഇനി കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു സാധ്യതയില്ല എന്ന് പറയുന്നതാണ് ടെർമിനൽ ഇൽനെസ്. അതിന്റെ ഡീറ്റെയിൽ നിങ്ങൾ ബ്രോഷറിൽ നോക്കി കഴിഞ്ഞാൽ അതിന്റെ എല്ലാ കറക്റ്റ് ആയിട്ടുള്ള ടെർമിനോളജീസും കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാൻ പറ്റും. സോ ടെർമിനൽ ഇൽനെസ് എന്ന് പറയുന്നത് അദ്ദേഹം ഇനി ജീവിച്ചിരിക്കില്ല, അടുത്ത 6 മാസത്തിനുള്ളിൽ അദ്ദേഹം മരണപ്പെടും എന്ന് പറയുന്നതാണ് ടെർമിനൽ ഇൽനെസ്.
ആ ഒരു ഒക്കേഷനിൽ ഇവിടെ 1 കോടി കൊടുത്തു, ബാക്കിയുള്ള എമൗണ്ട് 1 കോടി രൂപ അദ്ദേഹത്തിന്റെ നോമിനിക്ക് ഡെത്തിന് ശേഷം തിരിച്ചു കൊടുത്തു. സോ ആഡ് ഓൺ ബെനിഫിറ്റ് ആയിട്ട് നമുക്ക് ചേർക്കാൻ പറ്റുന്ന ഒന്ന് ആക്സിഡന്റ് കവർ ബെനിഫിറ്റ് നമുക്ക് ചേർക്കാം. അതായത് നമുക്ക് 2 കോടിയുടെ കവറേജിന്റെ ഒപ്പം തന്നെ 100% ആക്സിഡന്റിലാണ് ഡെത്ത് സംഭവിക്കണമെങ്കിൽ 100% എക്സ്ട്രാ ബെനിഫിറ്റ് കിട്ടും. വിച്ച് മീൻസ് 2 കോടിക്ക് പകരം 4 കോടി ആയിരിക്കും ആക്സിഡന്റൽ ഡെത്ത് ആണ് സംഭവിക്കണമെങ്കിൽ. ഇപ്പൊ ഒരുപാട് യാത്ര ചെയ്യുന്ന വ്യക്തികൾ, അല്ലെങ്കിൽ ഫ്ലൈറ്റിലൊക്കെ യാത്ര ചെയ്യുന്ന വ്യക്തികൾ, അല്ലെങ്കിൽ ഒരുപാട് ട്രാവലിംഗ് ഉള്ള വ്യക്തികളൊക്കെ എല്ലാവരും ആക്സിഡന്റൽ കവറും കൂടി എടുത്തു വെക്കാറുണ്ട്. സോ ബിക്കോസ് ഓഫ് റീസൺ ദിസ് ഡബിൾ ബെനിഫിറ്റ് കിട്ടും. 2 കോടിക്ക് പകരം 4 കോടി ആയിരിക്കും അദ്ദേഹത്തിന്റെ ഫാമിലിക്ക് കിട്ടുന്നത്. സോ ഇത് അതിന്റെ ഒരു എക്സാമ്പിൾ തന്നെയാണ് കൊടുത്തത് ആക്സിഡന്റൽ ഡെത്ത് ബെനിഫിറ്റിനെ കുറിച്ചുള്ള. അതായത് ഇദ്ദേഹം ആഡ് ചെയ്തിട്ടുള്ളത് 1 കോടിയുടെയാണ് ആക്സിഡന്റൽ ഡെത്ത് ബെനിഫിറ്റ് ആഡ് ചെയ്തിട്ടുള്ളത്. സം അഷ്യൂർഡ് സെയിം തന്നെയാണ്, 2 കോടി തന്നെയാണ്. ആക്സിഡന്റൽ കവർ 1 കോടിയാണ് വെച്ചിട്ടുള്ളത്. സ്ക്രീൻ റൺ ചെയ്യുന്നുണ്ടല്ലോ അല്ലെ, ഒന്ന് കൺഫേം ചെയ്യാം. ഓക്കെ, ആക്സിഡന്റൽ കവർ ഞാൻ കുറച്ച് ഫാസ്റ്റ് ആയിട്ടാണ് പോകുന്നത്. ആക്സിഡന്റൽ കവർ 1 കോടിയാണ് വെച്ചിട്ടുള്ളത്. ആനുവൽ പ്രീമിയം ബേസ് പോളിസിയുടെ 31,730. സോ ആനുവൽ പ്രീമിയം ആക്സിഡന്റൽ കവർ വരുന്നത് 7,200 രൂപയാണ്. ആക്സിഡന്റൽ കവറേജിന് അഡീഷണൽ പ്രീമിയം ഇവിടെ കൊടുക്കേണ്ടത്. സോ ടോട്ടൽ പ്രീമിയം 38,930 വരുന്നത്. സോ ഇദ്ദേഹത്തിന് ഒരു ആക്സിഡന്റിലാണ് അദ്ദേഹത്തിന് ഒരു എക്സ്പയറി സംഭവിക്കുന്നതെങ്കിൽ അവിടെ 2 കോടി പ്ലസ് ആക്സിഡന്റൽ കവറിന്റെ 1 കോടിയും കൂടി കിട്ടും. സോ വിച്ച് മീൻസ് 3 crore ബെനിഫിറ്റ് ആ ഫാമിലിക്ക് കിട്ടും. സോ ഡിസ്കൗണ്ട് ഓൺ ലിമിറ്റഡ് പേ, ഇത് വലിയൊരു പോയിന്റ് ആണ്. നമ്മൾ ഇന്നത്തെ ഒരു തലമുറ എപ്പോഴും നമുക്കറിയാം, നമുക്കൊരു പ്രീമിയം അടച്ചു പോകാനായിട്ട് ഇപ്പൊ ആസ് പെർ IRDA സൈറ്റിൽ നമ്മൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ പെർസിസ്റ്റൻസി എന്ന് പറയുന്ന ഒരു ഭാഗം നിങ്ങൾ എപ്പോഴും ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. ഞാൻ സിമ്പിൾ ആയിട്ട് പറയാം എന്താണ് പെർസിസ്റ്റൻസി എന്ന്. പെർസിസ്റ്റൻസി എന്ന് പറയുന്നത് ഈ വർഷം ഒരു കമ്പനി 1000 പോളിസി സോഴ്സ് ചെയ്തു. ഞാനൊരു സിമ്പിൾ എക്സാമ്പിൾ ആണ്, 1000 എന്നല്ല, ഒരുപാട് 10, 30, 40 ഇരട്ടി അല്ലെങ്കിൽ ഒരുപാട് ബിസിനസ് ചെയ്യുന്ന കമ്പനീസ് ആണ് എല്ലാവരും ഉള്ളത്. അപ്പൊ ഒരു 1000ന്റെ കണക്ക് വെച്ച് പറയാം. 1000 പോളിസി സോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ 1000 പോളിസിയിൽ 85, അതായത് 850 പോളിസി ലൈവായിട്ട് അടുത്ത വർഷം പ്രീമിയം അടയ്ക്കുന്നതിനാണ് 85% പെർസിസ്റ്റൻസി എന്ന് പറയുന്നത്. അതിന്റെ നേരെ പകുതിയാണ്, ഫോർ എക്സാമ്പിൾ 500 പോളിസിയാണ് അടുത്ത വർഷം ആൾക്കാർ എടുത്ത കസ്റ്റമേഴ്സ് അടയ്ക്കുന്നുള്ളെങ്കിൽ 50% പെർസിസ്റ്റൻസി ആയിട്ട് മാറും. സോ എല്ലാ ഇൻഷുറൻസ് കമ്പനിയുടെയും ഏറ്റവും പരമമായിട്ടുള്ള ഒരു കാര്യം അവരുടെ പെർസിസ്റ്റൻസി റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്യലാണ്. കാരണം അടുത്ത വർഷത്തെ പ്രീമിയം കൃത്യമായിട്ട് അടപ്പിക്കുക. ഫസ്റ്റ് ഇയർ പ്രീമിയം അടച്ചു കഴിഞ്ഞാൽ സെക്കൻഡ് ഇയർ പ്രീമിയം കൃത്യമായിട്ട് അടപ്പിക്കുക, അത് മെയിൻറ്റെയിൻ ചെയ്യും. എന്നാൽ മാത്രമേ ഒരു ഇൻഷുറൻസ് കമ്പനിക്ക് പ്രോഫിറ്റബിൾ ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പൊ അതേസമയം ഈ പെർസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് എല്ലാ കമ്പനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം ചെയ്യുന്നത് ഓട്ടോ ഡെബിറ്റ് ഫെസിലിറ്റി കൊടുക്കും. ഓട്ടോ ഡെബിറ്റ് ഫെസിലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ പ്രീമിയം ഓട്ടോമാറ്റിക് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പോകുന്ന രീതിയിൽ ഡെബിറ്റ് മെക്കാനിസം കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ അക്കൗണ്ടിൽ ഫണ്ട് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ഫണ്ട് പോകും. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. സോ അത് അങ്ങനത്തെ ഓപ്ഷൻസ് ഉണ്ട്. നമുക്കറിയാം, നമുക്കൊരു 30 വയസ്സുള്ള വ്യക്തിയാണെന്ന് വിചാരിക്കാം, 85 വയസ്സ് വരെ നമ്മൾ പ്രീമിയം അടയ്ക്കുന്നു. നമുക്കറിയാം, സ്വാഭാവികമായിട്ട് അറിയാം, ഒരു 60 വയസ്സ് കഴിയുമ്പോൾ തന്നെ നമ്മളുടെ ഓർമ്മകളുടെ പെശകുകളൊക്കെ തുടങ്ങും. നമുക്ക് 60 വയസ്സിന് മുകളിലൊക്കെ വരുന്നു. അപ്പോൾ നമ്മൾ ബാങ്ക് അക്കൗണ്ടിൽ ഫണ്ട് ഉണ്ടോ ഇല്ല എന്നൊക്കെ ചിലപ്പോൾ നമുക്ക് ചെക്ക് ചെയ്യാനും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നമ്മൾ അത്ര വിജിലന്റ് ആവാൻ സാധ്യത ഇല്ലാത്ത ഒരു സമയത്ത്, ആ ഒരു സമയത്ത് നമുക്ക് ഇതിലൊരു ഓപ്ഷൻ എടുക്കാം. നമുക്ക് ലിമിറ്റഡ് ഓപ്ഷൻ എടുക്കാം. ലിമിറ്റഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ അടയ്ക്കുന്ന ഇതിൽ റെഗുലർ പ്രീമിയം, ഇതിൽ നിങ്ങൾ 3 ഇത് കാണുന്നുണ്ടാവും. നിങ്ങൾ 30 വയസ്സുള്ള ഗുപ്ത എന്ന് പറഞ്ഞ വ്യക്തി, അദ്ദേഹത്തിന്റെ പോളിസി എടുക്കുന്നത് നോൺ സ്മോക്കർ ആയിട്ടാണ് എടുക്കുന്നത്. 55 വർഷത്തേക്കാണ്, അതായത് 85 വയസ്സ് വരെയാണ് പോളിസിയുടെ ടേം ഇത് വരുന്നത്. അദ്ദേഹത്തിന്റെ കവറേജ് വരുന്നത് 2 കോടിയുടെ പോളിസിയാണ് അദ്ദേഹം എടുക്കുന്നത്. 3 ഓപ്ഷൻസിൽ അദ്ദേഹം പോളിസി എടുക്കാം. 3 ഓപ്ഷൻസ് ഉണ്ട് അദ്ദേഹത്തിന് പോളിസി എടുക്കാൻ. ഒന്നാമത്തെ ഓപ്ഷൻ അദ്ദേഹത്തിന് വരുന്നത് റെഗുലർ പ്രീമിയം, അതായത് 30 വയസ്സ് തൊട്ട് 85 വയസ്സ് വരെ എല്ലാ വർഷവും അദ്ദേഹത്തിന് പ്രീമിയം അടയ്ക്കാം. അദ്ദേഹത്തിന്റെ പ്രീമിയം വരുന്നത് 28,840 രൂപയാണ് അദ്ദേഹത്തിന് പ്രീമിയം വരുന്നത്. സോ അത് അടുത്ത 55 വർഷം പുള്ളി പ്രീമിയം അടയ്ക്കും. ടോട്ടൽ അദ്ദേഹം അടയ്ക്കുന്ന പ്രീമിയം എന്ന് പറഞ്ഞാൽ 15,86,200 രൂപയാണ് അദ്ദേഹം പ്രീമിയം അടയ്ക്കുന്നത്. സോ ഈ ഒരു കണ്ടീഷൻ നമുക്ക് എല്ലാവർക്കും നല്ലൊരു കണ്ടീഷനാണ്. കാരണം 28,840 രൂപ പ്രീമിയം വരുന്നുള്ളൂ. പക്ഷെ ഇവിടെയുള്ള മറ്റൊരു കണ്ടീഷൻ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വയസ്സാവുമ്പോൾ നമുക്ക് ഓർമ്മശക്തിയുടെ കാര്യങ്ങളും നമുക്കിത് മാനേജ് ചെയ്യാനായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ മാറ്റങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. എല്ലാവർക്കും വരണം എന്നല്ല, ചില കേസുകളിൽ മാറ്റം വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ളപ്പോൾ അതിനൊരു കോൺഫിഡൻസ് ഇല്ലാത്തവർക്ക് രണ്ടാമത്തെ ഓപ്ഷൻ എടുക്കാം. വിച്ച് മീൻസ് 10 വർഷം കൊണ്ട് പ്രീമിയം അടച്ചാണ്. പക്ഷെ പ്രീമിയം തുടക്കത്തിൽ കുറച്ച് കൂടുതൽ അടയ്ക്കണം. 69,780 രൂപയാണ് പ്രീമിയം വരുന്നത്. 70,000 രൂപയ്ക്ക് അടുത്താണ് പ്രീമിയം വരുന്നത്. പക്ഷെ അത് 10 വർഷം അടച്ചാൽ മതി. 10 ഇയർ അദ്ദേഹം അടച്ചാൽ മതി. 10 വർഷം അടച്ചു കഴിഞ്ഞാൽ
അതായത് അദ്ദേഹത്തിന് 40 വയസ്സ് വരെ അടച്ചാൽ മതി, പക്ഷെ അദ്ദേഹത്തിന് 85 വയസ്സ് വരെ കവറേജ് കിട്ടും. ആ ഒരു ഓപ്ഷനാണ് ലിമിറ്റഡ് എന്നാണ് അതിനെ പറയുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ 56% നമ്മൾ ടോട്ടൽ പ്രീമിയം അടയ്ക്കുന്നതിൽ ലാഭം ഉണ്ടാവും. അതായത് 15,86,000 രൂപ നമ്മൾ ടോട്ടൽ അടയ്ക്കുന്ന സമയത്ത് നമുക്ക് ഇതിലടയ്ക്കുമ്പോൾ 6,97,000 രൂപ അടച്ചാൽ മതി. അപ്പോൾ 56% നമുക്ക് അതിലൊരു സേവിങ് എലമെന്റ് ഉണ്ട്. അതിലുപരിയായിട്ട് എനിക്ക് വ്യക്തിപരമായിട്ട് താല്പര്യമുള്ള കാര്യം, നമുക്ക് ഒരു ഏജ് കഴിയുമ്പോൾ നമുക്ക് പല കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ജോലി സംബന്ധമായിട്ടുള്ള ഭാരങ്ങളൊക്കെ വരുമ്പോൾ ചിലപ്പോൾ പ്രീമിയം അടച്ചു പോകാനും അതൊക്കെ മറന്നു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒരു 10 വർഷത്തിന് നമുക്ക് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ കമ്മിറ്റ്മെന്റ് കഴിഞ്ഞു. പിന്നെ എന്തായാലും നമ്മൾ അവിടെ 2 കോടിയുടെ കവറേജ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ടിൽ 85 ഇയേഴ്സ് വരെ കവറേജ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടുള്ള സാഹചര്യം അവിടെ വരുന്നു. അടുത്ത് മൂന്നാമത്തെ ഒരു ഓപ്ഷനാണ് 30 വയസ്സാണ് ഉള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ 60 വയസ്സിനും മുകളിലൊക്കെ വരുമ്പോൾ നമുക്കൊരു മറവിയും അല്ലെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ഒരു 60 വയസ്സ് വരെ പ്രീമിയം അടയ്ക്കാനുള്ള ഓപ്ഷൻ, അതായത് അടുത്ത 30 വർഷത്തേക്ക് പ്രീമിയം അടച്ചാൽ മതി. അപ്പൊ അങ്ങനെ വരുമ്പോൾ പ്രീമിയം എമൗണ്ട് വരുന്നത് 31,730 രൂപ വെച്ചാണ് പ്രീമിയം വരുന്നത്. അത് 30 വർഷം അടച്ചു കഴിഞ്ഞാൽ 9,51,000 രൂപയാണ് പ്രീമിയം അടയ്ക്കേണ്ടത്. അപ്പോഴും നമുക്കൊരു 40% നമ്മൾ ടോട്ടൽ അടയ്ക്കുന്ന പ്രീമിയത്തിൽ നമുക്ക് സേവ് ചെയ്യാനായിട്ട് പറ്റും. അതിലുപരിയായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ്, നമ്മുടെ കമ്മിറ്റ്മെന്റ് ആദ്യം തന്നെ തീർക്കാൻ പറ്റും. നമുക്കൊരു നമ്മളൊരു അടുത്തൊരു സീനിയർ സിറ്റിസൺ ആവുന്നതിന് മുമ്പ് നമ്മുടെ കമ്മിറ്റ്മെന്റ് തീർക്കാൻ പറ്റും. നമുക്ക് വളരെ പീസ്ഫുൾ ആയിട്ട്, നമുക്ക് തൊമ്മിച്ചിനെ പോലെ വളരെ പീസ്ഫുൾ ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ഈ ഒരു ഓപ്ഷൻസ് ആണ് ഉള്ളത്. സോ ബെനിഫിറ്റ് ഓഫ് ലിമിറ്റഡ് പേ, ഞാനത് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. കംപ്ലീറ്റ് യുവർ പ്രീമിയം ലയബിലിറ്റി ഇയർലി. നേരത്തെ ലിമിറ്റഡ് പേയിൽ എടുക്കുമ്പോൾ നമുക്ക് നേരത്തെ തന്നെ നമ്മൾ പ്രീമിയം കമ്മിറ്റ്മെന്റ് നമുക്ക് തീർക്കാൻ പറ്റും. സ്റ്റേ കവേർഡ് ത്രൂ ഔട്ട് ദ പോളിസി ടേം, അതായത് 85 വയസ്സ് വരെ കവറേജ് അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് കിട്ടും. നമുക്ക് പ്രീമിയം അടയ്ക്കേണ്ട അങ്ങനത്തെ ഒരു ബേർഡൻസും വരുന്നില്ല, ഒരു കമ്മിറ്റ്മെന്റ്സും വരുന്നില്ല. പേ ലെസർ പ്രീമിയം ദാൻ ദി റെഗുലർ വൺസ്. എല്ലാ വർഷവും അടച്ചു പോകുന്നതിനേക്കാൾ പ്രീമിയം കുറച്ച് അടച്ചാൽ മതി. ടോട്ടൽ അടച്ചു വരുമ്പോൾ കുറച്ചടച്ചാൽ മതി. സോ മോർ കൺവീനിയൻസ്, നമുക്ക് വളരെ കൺവീനിയന്റ് ആണ്. നമ്മൾ ഇത് ഓർത്തിരിക്കേണ്ട. നമ്മൾ ഈ പോളിസിയിൽ നമുക്ക് കവർ കണ്ടിന്യൂൻസ് ഓപ്ഷൻ ഉണ്ടെങ്കിൽ കൂടി നമ്മളിത് ഈ ഒരു പ്രൊവിഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് 85 വയസ്സ് വരെ, 85 വയസ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഓൾമോസ്റ്റ് ലൈഫ് ലോങ് ആണ്. ആ ഒരു ലൈഫ് വരെ നമുക്ക് കവറേജ് കിട്ടിക്കൊണ്ടിരിക്കും. സോ നമ്മളുടെ അതർ കോമ്പറ്റീഷൻ ബെഞ്ച് മാർക്സ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. സോ നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ മാക്സ് ലൈഫിന് കവർ കണ്ടിന്യൂസ് ബെനിഫിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദ കവർ കണ്ടിന്യൂസ് ബെനിഫിറ്റ് ഈസ് എസ് ആൻഡ് HDFC ലൈഫ് ക്ലിക്ക് ടു പ്രൊട്ടക്ട് എലൈറ്റ് എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് ഉണ്ട്. അതിൽ ഓപ്ഷൻ ഇല്ല. ടാറ്റയുടെ പ്രോഡക്റ്റ് ഉണ്ട്, മഹാരക്ഷക് സുപ്രീം, അതുപോലെ തന്നെ ബജാജ് അലയൻസ് ആണ്, ബാലിക് എന്നാണ് ഷോർട്ടായിട്ട് പറയുന്നത്, ബജാജ് അലയൻസ് ലൈഫ് ഇൻഷുറൻസ്. അവർക്കും ഈ ഒരു കവർ കണ്ടിന്യൂൻസ് ഓപ്ഷൻ ഇപ്പോൾ ഉള്ള ലീഡിംഗ് ടേം പ്ലാൻ പ്രൊവൈഡേഴ്സ് ആരും തന്നെ കവർ കണ്ടിന്യൂൻസ് ഓപ്ഷൻസ് കൊടുക്കുന്നില്ല. അതുപോലെ തന്നെ ഇൻസ്റ്റാ പേയ്മെന്റ് ഓൺ ക്ലെയിം സെറ്റിൽമെന്റ് ഇപ്പൊ പ്രൊവൈഡ് ചെയ്യുന്നത് മാക്സ് ലൈഫ് ഉണ്ട്, അതുപോലെ തന്നെ ബാലിക് കൊടുക്കുന്നുണ്ട്. സോ സ്പെഷ്യൽ എക്സിറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് ഒന്ന് മാക്സ് ലൈഫ് ഉണ്ട്, HDFC, ബാലിക്, ഐപ്രൂ. അതുപോലെ ഇൻബിൽഡ് ടെർമിനൽനെസ് എക്സെപ്റ്റ് HDFC ബാക്കി എല്ലാവരും ഇത് കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറെ കൂടി ഫീച്ചേഴ്സ് കൂടുതലാണ്. 4 ഫീച്ചേഴ്സ് എക്സ്ട്രാ ആയിട്ട് വരുന്നുണ്ട് കമ്പയർ ടു അതർ കോമ്പറ്റീഷൻ കമ്പനീസ്. വി ആർ ലീഡിങ് ഇൻ ദ ഫീച്ചേഴ്സ്. സോ ആ ഒരു ബെനിഫിറ്റ് വരുന്നുണ്ട്. നെക്സ്റ്റ് ഈസ് പ്രീമിയം കമ്പാരിസൺ ആണ് വന്നിട്ടുള്ളത്. സോ പ്രീമിയം കമ്പാരിസൺ റെഗുലർ പേയിൽ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ കമ്പനീനെയും ബീറ്റ് ചെയ്യുന്നുണ്ട് എക്സെപ്റ്റ് ടാറ്റ. സോ 5 പേയിലും നമ്മൾ ഓൾമോസ്റ്റ് ഇതൊരു 30 ഇയർ ഓൾഡ് ഇത് കൊടുത്തിട്ടുണ്ട്. 35 ഇയർ ഓൾഡ് പേഴ്സൺ ആണ്. 50 വർഷത്തേക്കാണ് പോളിസി ടേം എടുത്തിട്ടുള്ളത്. 2 കോടിയാണ് കവറേജ് എടുത്തിട്ടുള്ളത്. ഈ ഒരു പോളിസികളിൽ ഉള്ള കമ്പാരിസൺ ആണ് കൊടുത്തിട്ടുള്ളത്. ഓരോ കമ്പനിയായിട്ടുള്ള കമ്പാരിസൺസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഓൾമോസ്റ്റ് എല്ലാ പൊസിഷനിലും നമ്മൾ തന്നെ ലീഡ് ചെയ്ത് വരുന്നുണ്ട്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കമ്പാരിറ്റീവ്ലി HDFC ആയിട്ടും ICICI ആയിട്ടും ബജാജ് ആയിട്ടൊക്കെ നമ്മുടെ പ്രീമിയം കുറവാണ്. സോ ചില 5 പേയിലൊക്കെ എല്ലാവരുമായിട്ട് ലീഡ് ചെയ്യുന്നുണ്ട്. അതായത് എല്ലാവരിനേക്കാൾ പ്രീമിയം നമ്മൾ കുറവാണ്. 5 പേ 10 പേ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ പ്രീമിയം വളരെ കുറവാണ്. കമ്പാരിറ്റീവ്ലി എല്ലാ കമ്പനീസുമായിട്ടും പ്രീമിയം കുറവാണ്. 15 പേയിൽ പ്രീമിയം നമ്മളുടെ കുറവാണ്. സോ ദിസ് ഈസ് ദ അഡ്വാൻറ്റേജ് ഫ്രം മാക്സ് ലൈഫ് ഇൻഷുറൻസ്. കാരണം നമ്മളെ പ്രീമിയം കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള പ്രീമിയം ആണ്. വിത്ത് നമ്മൾ ഈ പറഞ്ഞ എല്ലാ ബെനിഫിറ്റ്സും നമ്മൾ കൊടുക്കുന്നു. സോ വി ഹാവ്, നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ഇൻഷുറൻസ് കമ്പനിയിൽ ഏറ്റവും പ്രൈമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതിന്റെ ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ ആണ്. സെറ്റിൽമെന്റ് റേഷ്യോ നോക്കുന്നത് ഒന്ന് NOP-ലാണ്, അതായത് എത്ര ക്ലെയിമുകൾ സെറ്റിൽ ചെയ്തു എന്നാണ് നോക്കുന്നത്. 2 എമൗണ്ടിലാണ്. ഇതിൽ 2ലും മികച്ചു നിൽക്കുന്ന ഒരു കമ്പനിയാണ് മാക്സ് ലൈഫ്. കാരണം നിങ്ങൾ സൈറ്റിൽ IRDAയുടെ സൈറ്റിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അതുപോലെ തന്നെ അത് കൺസിസ്റ്റന്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. 1 വർഷം മാത്രമല്ല. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചില കോമ്പറ്റീഷൻ കമ്പനികളിൽ 1-2 വർഷം മെയിൻറ്റെയിൻ ചെയ്യും, പിന്നീട് അത് താഴ്ത്തോട്ട് പോകാനുള്ള സിറ്റുവേഷൻ വരാറുണ്ട്. സോ വി ആർ മെയിൻറ്റെയിനിങ്
കൺസിസ്റ്റന്റ്ലി ഓൺ ദ ലാസ്റ്റ് 5 years above 99% ആണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. സോ ആസ് ക്ലെയിം പെയ്ഡ് ഈസ് പെർസെൻറ്റേജ് ഈസ് 99.51%. നേരത്തെ സാർ കാണിച്ചതാണ് നമ്മളുടെ ടൈംസ് ഓഫ് ഇന്ത്യയിലും അതുപോലെ തന്നെ മേജർ പത്രങ്ങളിലെല്ലാം വന്നിട്ടുള്ള ന്യൂസസ് ആണ്. അപ്പൊ അതില് ഹൈയസ്റ്റ് ഇതാണ്. സോ സ്ട്രോങ് ജോയിന്റ് വെഞ്ചർ ആണ് മാക്സ് ഫിനാൻഷ്യൽ സർവീസസ് ആൻഡ് ആക്സിസ് ബാങ്ക് ആണ് നമ്മുടെ കോ പാർട്ട്ണർ വരുന്നത്. സോ ഒരുപാട് 13 വർഷമായിട്ട് ആക്സിസ് ബാങ്ക് ആണ് നമ്മുടെ കോ പാർട്ട്നേഴ്സ്. സോ നമ്മൾ സോഫാർ ഇതുവരെ നമ്മൾ കൊടുത്തിട്ടുള്ള സം അഷ്യൂർഡ് എന്ന് പറയുന്നത് 13,97,142 കോടി രൂപയുടെ സം അഷ്യൂർഡ് ആണ് നമ്മൾ ഇതുവരെ കൊടുത്തിട്ടുള്ളത്. മോർ ദാൻ 13,97,142 crores സം അഷ്യൂർഡ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പെർസിസ്റ്റൻസി വളരെ ഒരു മാറ്റർ ആണ്. അടുത്ത വർഷത്തെ പെർസിസ്റ്റൻസി എന്ന് പറയുന്നത് എല്ലാ വർഷവും കമ്പനി മെയിൻറ്റെയിൻ ചെയ്യുന്ന 84% ആണ്. 1000 പോളിസി ഉണ്ടെങ്കിൽ അതിൽ 840 പോളിസിയും കൃത്യമായിട്ട് അടുത്ത വർഷം ആൾക്കാർ അടച്ചു വരുന്നുണ്ട്. സോ 84%, വിച്ച് ഈസ് ദ ഹയസ്റ്റ് ഇൻ ദ ഇൻഡസ്ട്രി. കമ്പയർ ടു നമ്മളുടെ പബ്ലിക് സെക്ടറിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ കുറവാണ്. സോ 13 years ഓഫ് പാർട്ണർഷിപ്പ്. സോ വി ഹാവ് മെയിൻറ്റെയിനിങ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് കഴിഞ്ഞ 2019, 20, 21, 22 ആൻഡ് 23 ഈ 3 വർഷം. ഈ വർഷത്തെ നമ്മളുടെ അനൗൺസ്മെന്റ് ആവുന്നുള്ളൂ, IRDA അനൗൺസ് ചെയ്തിട്ടില്ല ഇതുവരെ. സോ 2023 വരെയുള്ള ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോസ് ആണ് കൊടുത്തിട്ടുള്ളത്. 2019 98.74, 2020 99.22 ആൻഡ് 2021 99.35 ആൻഡ് 2022 99.34 ആൻഡ് 2023 99.51. ഇത്രയുമാണ് നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട്, ഒരു വർഷം മാത്രമല്ല കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു കാര്യമാണ്. സോ 99 ബീയിങ് നമ്പർ 1 ഈസ് എ ഹാബിറ്റ്. എല്ലാ വർഷവും നമ്പർ 1 ആയിട്ടാണ് കഴിഞ്ഞ തുടർച്ചയായിട്ട് എല്ലാ വർഷവും നമ്മൾ പോയിട്ടുള്ളത് ഈ ഒരു ക്ലെയിം സെറ്റിൽമെന്റിൽ. സോ ഇത്രയാണ് നമ്മുടെ പ്രോഡക്റ്റ് ഡീറ്റെയിൽസ്. ഇത് ഇനി എത്രയൊക്കെ എടുക്കാൻ, നമുക്ക് ഒരു വ്യക്തിക്ക് എത്രയൊക്കെ എടുക്കാൻ പറ്റും, എലിജിബിലിറ്റി ആണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. സോ ഒരു 35 വയസ്സുള്ള ഒരു വ്യക്തിക്ക് എബോവ് 10 lakhs or equal to 10 lakhs ആണ് ഇൻകം ആണെങ്കിൽ നമുക്ക് വേറെ ഓപ്ഷൻ ഉണ്ട്. ബിലോ 10 lakhsന് താഴെയുള്ളവർക്ക് എടുക്കാനുള്ള വേറെ ഓപ്ഷൻ നമ്മുടെ പ്രൊഡക്റ്റിലുണ്ട്. ഇത് എബോവ് 10 lakhs ഉള്ള വ്യക്തികൾക്ക്, ആനുവൽ ഇൻകം എബോവ് 10 lakhs ഉള്ള ഒരു വ്യക്തിക്ക് 35 വയസ്സ് വരെയുള്ള ഒരു വ്യക്തിക്കാണെങ്കിൽ 25 ഇരട്ടി അദ്ദേഹത്തിന്റെ ആനുവൽ ഇൻകത്തിന്റെ 25 times. സപ്പോസ് അദ്ദേഹത്തിന് 10 lakhs ആണ് ഇൻകം എങ്കിൽ അദ്ദേഹത്തിന് 2.5 lakhs 5 crore വരെ അദ്ദേഹത്തിന് കവറേജ് എടുക്കാൻ പറ്റും. 36 വയസ്സ് തൊട്ട് 40 വയസ്സ് വരെയുള്ള വ്യക്തിക്കാണെങ്കിൽ 20 ഇരട്ടി അദ്ദേഹത്തിന്റെ ആനുവൽ ഇൻകത്തിന്റെ 20 times എടുക്കാൻ പറ്റും. 41 തൊട്ട് 45 ആണെങ്കിൽ 20 ഇരട്ടിയാണ് 20 times എടുക്കാൻ പറ്റും അദ്ദേഹത്തിന്റെ ആനുവൽ ഇൻകത്തിന്റെ. 46 തൊട്ട് 50 വയസ്സാണെങ്കിൽ അദ്ദേഹത്തിന് 15 ഇരട്ടിയാണ് അദ്ദേഹത്തിന് എടുക്കാൻ പറ്റുന്നത്. ഇൻകത്തിന്റെ ആനുവൽ ഇൻകത്തിന്റെ 15 times ആണ് എടുക്കാൻ പറ്റുന്നത്. 51 to 60 10 ഇരട്ടിയാണ് അദ്ദേഹത്തിന് എടുക്കാൻ പറ്റുന്നത്. 60 വയസ്സിന് മുകളിൽ 5 ഇരട്ടിയാണ്. സോ അതുകൊണ്ട് തന്നെ നമുക്കറിയാം എപ്പോഴും നമ്മൾ ഇൻഷുറൻസ് എടുക്കേണ്ടത്, ലൈഫ് ടേം പ്ലാൻ പ്രത്യേകിച്ച് എടുക്കേണ്ടത് ഏറ്റവും നമ്മളുടെ യങ് ഏജിൽ എടുത്തു വെക്കുന്നത് എപ്പോഴും നല്ലതാണ്. ഇപ്പോഴും ഒട്ടും വൈകിട്ടില്ല. ആരെങ്കിലും ഈ ഏജ് കാറ്റഗറി ഏറ്റവും ടോപ്പ് കാറ്റഗറിയിൽ ഉണ്ടെങ്കിലും ഒട്ടും വൈകിട്ടില്ല. പക്ഷെ ഏറ്റവും നേരത്തെ തന്നെ നമ്മൾ എടുത്തു വെക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രീമിയം കുറച്ച് കിട്ടും, ഒന്നാമത്തെ ബെനിഫിറ്റ്. രണ്ടാമത്തെ ബെനിഫിറ്റ് നിങ്ങൾക്ക് അതിന്റെ മാക്സിമം എലിജിബിലിറ്റി കൂടുതൽ കിട്ടും. 10 ലക്ഷമുള്ള 35 വയസ്സുകാരന് 2.5 കോടി കിട്ടുമ്പോൾ 40 വയസ്സുകാരന് കിട്ടുന്നത് അദ്ദേഹത്തിന് 2 കോടി കവറേജ് കിട്ടുള്ളൂ. അപ്പൊ നമ്മളുടെ ഈ പ്ലാനിൽ 2 കോടിയാണ് കവറേജ് വേണ്ടത്. അപ്പൊ 60 വയസ്സുകാരന് മിനിമം അദ്ദേഹത്തിന് നല്ലൊരു ഇൻകം വേണം. 40 ലക്ഷം രൂപ ഇൻകം ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് 2 കോടിയുടെ കവറേജ് ഈ പ്ലാനിൽ കിട്ടുള്ളൂ 60 വയസ്സുകാരന്. വേറെ പ്ലാൻസ് നമുക്കുണ്ട്, വേറെ ടേം പ്ലാൻ ഉണ്ട്. അതിൽ നമുക്ക് എടുക്കാം 1 കോടി 50 ലക്ഷം ആ റേഞ്ചിൽ എടുക്കാം. 25 ലക്ഷം തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതിൽ. പക്ഷെ ഈ ഒരു പ്ലാനിൽ നോക്കുമ്പോൾ നമുക്ക് എപ്പോഴും എലിജിബിലിറ്റി നമ്മൾ എപ്പോഴും നേരത്തെ എടുക്കാനായിട്ട് ശ്രമിക്കുക. നേരത്തെ തന്നെ നമ്മൾ യങ് ഏജിൽ തന്നെ എടുക്കുക. യങ് ഏജിൽ എടുക്കുമ്പോൾ ഒന്നാമത്തെ ബെനിഫിറ്റ് നമുക്ക് വേറെ മെഡിക്കലി ഫിറ്റ് ആയിരിക്കും, ഫിസിക്കലി വെല്ലായിരിക്കും, അതുപോലെ മെന്റലി വെല്ലായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ഏജ് കുറവായതുകൊണ്ട് പ്രീമിയം കുറവ് അടച്ചാൽ മതി. ഒരുപാട് ബെനിഫിറ്റ്സ് വരുന്നുണ്ട്. ഇതിന് വേണ്ട സാലറി ക്ലാസ് ആണെങ്കിൽ ഫോം 16 of 1 year അല്ലെങ്കിൽ അദ്ദേഹത്തിന് സാലറി സ്ലിപ്പ് 3 മാസത്തെ സാലറി സ്ലിപ്പ്, ബാങ്ക് സ്റ്റേറ്റ്മെന്റ് അലോങ് വിത്ത് 3 month ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ആണ് വേണ്ടത്. അല്ലെങ്കിൽ 6 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഷോയിങ് സാലറി ക്രെഡിറ്റ്, അതായത് സാലറി ക്രെഡിറ്റ് ആവുന്ന ബാങ്ക് സ്റ്റേറ്റ്മെന്റ് 6 മാസത്തെ മതി. അല്ലെങ്കിൽ ITR ലേറ്റസ്റ്റ് അസസ്മെന്റ് ഇയർ 2 വർഷത്തെ ITR ആണ് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ നമുക്ക് BSE 500 കമ്പനീസ് ഓൺലി ലേറ്റസ്റ്റ് 3 months സാലറി സ്ലിപ്പ് മാത്രം മതി. അതായത് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ വരുന്ന 500 കമ്പനികളിൽ ആ കമ്പനികൾ ഏതാണെങ്കിലും നമുക്ക് സാലറി സ്ലിപ്പ് മാത്രം മതി, ബാക്കിയുള്ളതൊന്നും വേണ്ട. അപ്പൊ ആ ഒരു ബെനിഫിറ്റ് ഉണ്ട്. സെൽഫ് എംപ്ലോയിഡ് ആയിട്ടുള്ള വ്യക്തികൾക്ക്
ലേറ്റസ്റ്റ് 2 അസസ്മെന്റ് ഇയർ ITR വിത്ത് കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻകം ആണ് വേണ്ടത്. 2 വർഷത്തെ ITR-ഉം അതിന്റെ എങ്ങനെയാണ് ആ ഇൻകം അറൈവേഡ് ആയെന്നുള്ളതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു അനക്ഷറും കൂടി ഉണ്ടാവും, അതും കൂടി അറ്റാച്ച് ചെയ്യുക. ഓഡിറ്റഡ് ബിസിനസ് അക്കൗണ്ട് ഫോർ ലാസ്റ്റ് 3 years വിത്ത് ഷെയർ ഹോൾഡിംഗ് പാറ്റേൺസ് ആൻഡ് പാർട്ണർഷിപ്പ് ഡീഡ്. ഇത്രയാണ് നമ്മുടെ ബേസിക് ഡോക്യുമെന്റ്സ് വേണ്ടത്. അപ്പൊ ഇത് ഒരു വ്യക്തിക്ക് ഒരു ടേം പ്ലാൻ എടുക്കുന്ന വ്യക്തിക്ക് വേണ്ടിയിട്ടുള്ള എലിജിബിലിറ്റി ആണ് ഇതിൽ കാണിച്ചിട്ടുള്ളത്. ഇനി മെഡിക്കൽ ഗ്രിഡ് വരുന്നത് നമുക്ക് 2 കോടിക്ക് വരുന്നത് CAT 5 എന്ന് പറയുന്നത് നമുക്ക് MER-ഉം അതിന്റെ ഡീറ്റെയിൽസ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ECG, FBS, ഈ പറഞ്ഞ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ കാര്യങ്ങളാണ്. ഇത് കൂടുതലായിട്ട് ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല, കാരണം നിങ്ങൾക്ക് അതിന്റെ ഇന്റിമേഷൻസും കാര്യങ്ങളും വൺസ് എടുത്തു കഴിയുമ്പോൾ മെഡിക്കൽ എല്ലാം കമ്പനിയുടെ കോസ്റ്റിലാണ് ചെയ്തു തരുന്നത്. കമ്പനി ഹോം മെഡിക്കൽ ഉണ്ട്, നിങ്ങൾ വീട്ടിൽ വന്ന് കളക്ട് ചെയ്യും, അല്ലെങ്കിൽ നിങ്ങൾക്ക് സെന്ററിൽ പോയിട്ട് എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. സോ ചില കേസുകളിൽ ഒക്കേഷൻസിൽ നമുക്ക് വീഡിയോ MER മാത്രമേ ഉണ്ടാവുള്ളൂ. അതായത് ഓവർ ദി ടെലിഫോണിക്, അല്ലെങ്കിൽ അവരൊരു വാട്സപ്പിൽ അല്ലെങ്കിൽ അവരൊരു ലിങ്ക് അയച്ചു തന്നിട്ട് വീഡിയോ കോളിംഗ് ചെയ്യും. അതിൽ മെഡിക്കൽ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ മെഡിക്കൽ എന്ന് പറയും. അതിൽ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക്, അതായത് നമ്മൾ height weight എല്ലാം കൃത്യമായിട്ടാണെങ്കിൽ, നമ്മൾ BME 32-ന്റെ താഴെ ആണെങ്കിൽ നമുക്ക് വിത്തൗട്ട് മെഡിക്കൽ ചില കേസുകൾ, റാൻഡം ആയിട്ടുള്ള കേസുകളിലാണ് മെഡിക്കൽ വരുള്ളൂ. ചില കേസുകളിൽ വീഡിയോ മെഡിക്കലിലായിട്ട് പോകാറുണ്ട്. അപ്പൊ അതുകൊണ്ട് ചിലപ്പോൾ ഫിസിക്കൽ മെഡിക്കലിന്റെ ആവശ്യകത വരാറില്ല. സോ നമ്മൾ പോളിസി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങൾ. ഒന്ന്, നമ്മൾ സ്മോക്കർ, നോൺ സ്മോക്കർ 2 കാറ്റഗറിയാണ് ഉള്ളത്. സ്മോക്കർ എന്ന് പറയുന്നത് 24 മാസത്തിന് താഴെ വരുന്ന, അതായത് ടുബാക്കോ കൺസ്യൂം ചെയ്യുന്ന ആൾക്കാരെല്ലാം സ്മോക്കർ കാറ്റഗറിയിൽ വരും. പോസിറ്റീവ് ആയിരിക്കും, അവരുടെ യൂറിൻ കോർട്ടിനൈൻ ടെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ പോസിറ്റീവ് ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് 24 മാസത്തിന് ശേഷം. അതായത് 2 വർഷത്തിന് താഴെ നമ്മളിപ്പോൾ സിഗരറ്റൊക്കെ വലിക്കുന്ന വ്യക്തികളാണെങ്കിൽ 2 വർഷത്തിനുള്ളിൽ ആണ് നിർത്തിയിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ അദ്ദേഹം എന്തായാലും നിക്കോട്ടിൻ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് പോസിറ്റീവ് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എപ്പോഴും സ്മോക്കർ ആയിരിക്കും. നമ്മൾ സ്മോക്ക് ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ 2 വർഷത്തിന് താഴെയാണ് നമ്മൾ അത് നിർത്തിയിട്ട് 2 വർഷത്തിന് താഴെയായിട്ട് ഉള്ളെങ്കിൽ നമ്മൾ സ്മോക്കറിൽ വരും. 2 വർഷത്തിന് മുകളിലായിട്ട് നമ്മൾ സ്മോക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നെഗറ്റീവ്, അതായത് നമ്മൾ ഇതായിട്ട് വരും, അതായത് സ്മോക്കിങ്ങിലല്ല വരുന്നത്. ഡസ് നോട്ട് കൺസ്യൂം ടൊബാക്കോ ഓർ ടൊബാക്കോ റിലേറ്റഡ് പ്രോഡക്ട്സ് അബൌട്ട് 24 months ആണെങ്കിൽ നമുക്ക് നോൺ സ്മോക്കർ കാറ്റഗറിയിൽ പോളിസിയുടെ പ്രീമിയം കിട്ടും. അപ്പൊ 2 കാറ്റഗറിയിലും പ്രീമിയം വ്യത്യാസമുണ്ട്. നേരത്തെ എടുത്തത് നോൺ സ്മോക്കർ ആണ് നമ്മൾ കാണിച്ചത്. അപ്പൊ നമ്മൾ സ്മോക്കർ ആണെങ്കിൽ അത് നിങ്ങൾ പറയുക സ്മോക്കർ ആണ്. കാരണം വെച്ചാൽ വൺസ് നമ്മൾ മെഡിക്കൽ ടെസ്റ്റിന് പോയി കഴിഞ്ഞാൽ നിക്കോട്ടിൻ കണ്ടന്റ് കണ്ടു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അത് സ്മോക്കർ കാറ്റഗറിയിലേക്ക് വരും. അപ്പൊ പ്രീമിയം ഹൈക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നമുക്ക് തന്നെ എന്തുകൊണ്ടാണ് ഇത്തരം പ്രീമിയം കൂടിയെന്ന് നമ്മുടെ മനസ്സിലേക്ക് ഒരു ചോദ്യം വരും. അപ്പോൾ നമ്മൾ സ്മോക്കർ ആണെങ്കിൽ ആദ്യം തന്നെ അത് ഡിസ്ക്ലോസ് ചെയ്തിട്ട് അത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കൺഫ്യൂഷൻസ് ഒഴിവാക്കാൻ പറ്റും. സോ നമുക്ക് സോഴ്സിങ് ഫ്രം നെഗറ്റീവ് ലൊക്കേഷൻസ്, അതായത് ചില ലൊക്കേഷൻസിൽ നമുക്ക് പിൻകോഡ് വെച്ചിട്ട്, അതിന്റെ പിൻകോഡ് ഉണ്ട്. നമ്മുടെ കേരളത്തിൽ ഒരു സ്ഥലത്തും ഇല്ല, കേരളമോ അല്ലെങ്കിൽ മേജർ സ്റ്റേറ്റ്സിലൊന്നും അങ്ങനത്തെ പിൻകോഡ്സ് ഇല്ല. ചില ലൊക്കേഷൻസിലുള്ള പിൻകോഡ്സ് വെച്ച് എടുക്കുമ്പോൾ അതിന് മെഡിക്കൽ മസ്റ്റായിട്ട് വരും, അതുപോലെ ഫിനാൻഷ്യൽ പ്രൂഫും മസ്റ്റായിട്ട് വരും. അതൊരു റിസ്ക് മാനേജ്മെന്റ് യൂണിറ്റ് ആണ് അത് ചെയ്യുന്നത്. അതിനെക്കുറിച്ച് വെറീഡ് ആവേണ്ട, ഞാൻ നിങ്ങളുടെ ഒരു ഇൻഫോർമേഷൻ എന്നുള്ള രീതിയിൽ ഞാൻ പാസ് ഓൺ ചെയ്തിട്ടുള്ളൂ. സോ ബിസിനസ് ഇൻഷുറൻസ് ആയിട്ട് നമുക്കിത് എടുക്കാം. ഒരു കമ്പനി നടത്തുന്ന വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിന്റെ കമ്പനിയുടെ എംപ്ലോയീസിന് ഇതുപോലത്തെ ടേം പ്ലാൻസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. 18 വയസ്സ് തൊട്ട് 65 വയസ്സ് വരെയുള്ള ആളുകൾക്കാണ് ഇത് എടുക്കാൻ പറ്റുന്നത്, പോളിസീസ് എടുക്കാൻ പറ്റുന്നത്. സോ ഇത് കീമാൻ ഇൻഷുറൻസ് ആയിട്ടും പാർട്ണർഷിപ്പ് ഇൻഷുറൻസ് ആയിട്ടും ഒക്കെ എടുക്കാൻ പറ്റും. സോ കീമാൻ ഇൻഷുറൻസ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ കമ്പനിയുടെ പ്രോഫിറ്റിൽ എക്സ്പെൻസ് ആയിട്ട് കാണിക്കാൻ പറ്റും. അണ്ടർ 37(1) നിങ്ങൾക്ക് അത് കാണിക്കാൻ പറ്റും. നിങ്ങൾക്ക് അവർക്ക് അടയ്ക്കേണ്ട പ്രീമിയം നിങ്ങൾക്ക് അതിൽ കുറയ്ക്കാൻ പറ്റും, നിങ്ങളുടെ എക്സ്പെൻസ് ആയിട്ട് അത് കുറയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ പാർട്ണർഷിപ്പ് ഫേമുകൾ നമുക്കറിയാം. പാർട്ണർഷിപ്പ് ഫേമിന് എപ്പോഴും വരുന്ന ഒരു വെല്ലുവിളി, ഇപ്പൊ ഞാൻ കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയർ നമുക്ക് വലിയൊരു കൺസൾട്ടൻസി, നമുക്ക് മഞ്ജു വാര്യറൊക്കെ ഒരു ബ്രാൻഡ് അംബാസിഡർ ആയിട്ടുള്ള ഒരു ഫേം ഉണ്ട്, അജ്നോറ, ഐ തിങ്ക് അജ്നോറ. അവര് 4 പേരാ പാർട്ട്നേഴ്സ്, 3 പേരാ പാർട്ട്നേഴ്സ്. ആക്ച്വലി ഒരു പാർട്ട്ണർ കഴിഞ്ഞ വർഷം അൺഫോർച്ചുനേറ്റ്ലി എക്സ്പയർഡ് ആയിപ്പോയി. ശരിക്കും പറഞ്ഞാൽ അവര് ഒരിക്കലും ഒരു പാർട്ണർഷിപ്പ് ഇൻഷുറൻസ് ഒന്നും എടുത്തു വെച്ചിട്ടുണ്ടായില്ല. സപ്പോസ് അവരൊരു പാർട്ണർഷിപ്പ് ഇൻഷുറൻസ് ഇതുപോലെ ടേം പ്ലാനിൽ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ, സോ ആ ഒരു പാർട്ട്ണറിന്റെ ക്യാപിറ്റൽ, അവര് മുടക്കിയിട്ടുള്ള ക്യാപിറ്റൽ, ഫോർ എക്സാമ്പിൾ അവരിപ്പോ 1 കോടി വെച്ച് 4 പേര് മുടക്കിയിട്ടുണ്ടെങ്കിൽ ആ പാർട്ട്ണറിന് കൊടുക്കേണ്ട പൈസ ഒരിക്കലും അവരെ കമ്പനിയിൽ നിന്ന് എടുത്ത് കൊടുക്കേണ്ട കാര്യമില്ല. 1 കോടി ഈ ഇൻഷുറൻസ് കമ്പനി സെറ്റിൽ ചെയ്യും. സോ അതുകൊണ്ട് അവരുടെ ക്യാപിറ്റലിന്, വർക്കിംഗ് ക്യാപിറ്റലിന് ഒരിക്കലും ബാധിക്കില്ല. സോ ആ കമ്പനിക്ക് സ്മൂത്തായിട്ട് തന്നെ റൺ ചെയ്യുന്നത്. പക്ഷെ സ്റ്റിൽ ഒരു പെട്ടെന്നുള്ള ഒരു ആകസ്മികമായിട്ടുള്ള മരണം വന്നു കഴിയുമ്പോൾ, ഒരു പാർട്ട്നേഴ്സിന്റെ ഇടയ്ക്ക് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ
ആ ഒരു പാർട്ണർഷിപ്പ് ഫേമിനെ പെട്ടെന്ന് ഫിനാൻഷ്യലി ബാധിക്കും. കാരണം അവരുടെ ബെനിഫിഷ്യറി ആയിട്ടുള്ള ആളുകൾ അദ്ദേഹത്തിന്റെ ക്യാപിറ്റൽ തിരിച്ചു ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ പാർട്ണർഷിപ്പ് ഫേംസിൽ ഇതുപോലത്തെ പാർട്ണർഷിപ്പ് ഇൻഷുറൻസ് എടുത്തു വെച്ച് കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ച് അത് കോമ്പൻസേറ്റ് ചെയ്യുന്നത് ഇൻഷുറൻസ് കമ്പനി ആയിരിക്കും കോമ്പൻസേറ്റ് ചെയ്യുന്നത്. അവർക്ക് അതിൽ അടയ്ക്കുന്ന പ്രീമിയം അവർക്ക് അവരുടെ വാർഷിക വരുമാനത്തിൽ അവർക്ക് കിട്ടുന്ന ഇൻകം അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന പ്രോഫിറ്റിൽ നിന്ന് കുറച്ച് എക്സ്പെൻസ് ആയിട്ട് കാണിക്കാം. സപ്പോസ് അവർ ഒരു 5 ലക്ഷം രൂപയാണ് അടയ്ക്കുന്നതെങ്കിൽ 5 ലക്ഷം രൂപ അവരെ എക്സ്പെൻസ് ആയിട്ട് കാണിക്കാൻ പറ്റും. അത് എംപ്ലോയിലും കാണിക്കാൻ പറ്റും, പാർട്ട്ണർഷിപ്പ് ഇൻഷുറൻസിലും കാണിക്കാൻ പറ്റും. ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. അതിനാണ് ബിസിനസ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. സോ എംപ്ലോയി സ്കീമിൽ 85 ഇയേഴ്സ് വരെ കവറേജ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ അതിന്റെ ഡോക്യുമെന്റേഷൻ പാർട്ട് കുറച്ച് വ്യത്യാസമുണ്ട്. ഡോക്യുമെന്റേഷൻ പാർട്ട് സോ ഇതാണ് നമ്മൾ വീഡിയോ MR വരുന്നത്, എസ്പെഷ്യലി ഫോർ NRIസിന്. നേരത്തെ പ്രിമിസൻ സാർ പറഞ്ഞ പോലെ അവർക്ക് എപ്പോഴും ചലഞ്ചസ് ആണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നാട്ടിൽ വന്ന് മെഡിക്കൽ എടുക്കണം, അല്ലെങ്കിൽ അവിടെ മെഡിക്കൽ എടുക്കണമെങ്കിൽ അവിടുത്തെ കോസ്റ്റ് വളരെ കൂടുതലാണ്. അപ്പോൾ ഒരു 18 വയസ്സ് തൊട്ട് 45 വയസ്സ് വരെയുള്ള ഒരു വ്യക്തിക്ക് NRIസിനാണെങ്കിൽ അദ്ദേഹത്തിന് 3 കോടി വരെ കവറേജ് കൊടുക്കാം. അപ്പോൾ അവരുടെ ഇതനുസരിച്ച് അവരുടെ ആനുവൽ ഇൻകത്തിനെ ബേസ് ചെയ്തിട്ടാണ് വരുന്നത്. ഇപ്പോൾ ഒരു 2 കോടി എടുക്കുന്ന ഒരു വ്യക്തിക്കാണെങ്കിൽ ഒരു 20 ലക്ഷം രൂപ ആനുവൽ ഇൻകം ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് വിത്തൗട്ട് മെഡിക്കൽ, അതായത് വീഡിയോ MRൽ എടുക്കാം. ഈ പ്രോഡക്റ്റിൽ അതർ പ്രോഡക്റ്റിൽ നമുക്ക് 50 ലക്ഷം 25 ലക്ഷം മുതൽ എടുക്കാം. വീഡിയോ MRൽ എടുക്കാനുള്ള പ്രൊവിഷൻസ് നമുക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ 10 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ 1.5 കോടിയുടെ കവറേജ് എടുക്കാൻ പറ്റും. ഇത് എല്ലാ പോളിസിയും കൂടി ചേർത്തിട്ടാണ് ഈ പോളിസിയുടെ മാത്രമല്ല പറയുന്നത്. 35 ലക്ഷമുള്ള വ്യക്തിക്ക്, ഇൻകം ഉള്ള ഒരു വ്യക്തിക്ക് 3 കോടി വരെ വിത്തൗട്ട് മെഡിക്കൽ, അതായത് വിത്തൗട്ട് ഫിസിക്കൽ മെഡിക്കൽ, വീഡിയോ MRൽ ഓവർ ദി ഫോൺ, ഓവർ ദി വീഡിയോ MR ഡോക്ടേഴ്സ് വിളിച്ച് സംസാരിച്ച് നിങ്ങളുടെ ഇതെടുത്ത് വീഡിയോയിൽ നിങ്ങൾ സംസാരിച്ചു കഴിയുമ്പോൾ അവരത് നോക്കി ചെക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വേറെ നെഗറ്റീവ് ഹിസ്റ്ററി ഒന്നും ഇല്ല, നിങ്ങൾ വേറൊരു കമ്പനിയിൽ നിന്ന് പോളിസി അപ്ലൈ ചെയ്തിട്ട് അത് റിജക്റ്റ് ആയിട്ടൊന്നും ഇല്ല എന്നുള്ളത് ചെക്ക് ചെയ്യാനുള്ള പ്രൊവിഷൻസ് ഉണ്ട്. ആസ് ലൈക്ക് സിബിൽ പോലെ തന്നെ ഇൻഷുറൻസിൽ ഇപ്പൊ IAB എന്ന് പറഞ്ഞ പ്രൊവിഷൻ ഉണ്ട്. IABയിൽ ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ നെഗറ്റീവ് ഹിസ്റ്ററി ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ബെനിഫിറ്റ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ MRൽ നിങ്ങൾക്ക് ചെയ്യാനായിട്ടുള്ള പ്രൊവിഷൻ ഉണ്ട്. സോ BMI വരുന്നത്, BMI എന്ന് പറഞ്ഞാൽ ബോഡി മാസ് ഇൻഡെക്സ്, അത് 30 താഴെ ആയിരിക്കണം. അതായത് ഒബിസിറ്റിയിലേക്ക് വരരുത്. ഒബിസിറ്റിയിലേക്ക് വരുന്ന കേസുകളാണെങ്കിൽ അത് ഫിസിക്കൽ മെഡിക്കൽസിലേക്ക് ട്രിഗർ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. സോ ഐ എം എൻഡിങ് ദ സെഷൻ. ബിഫോർ എൻഡിങ് ദ സെഷൻ നമുക്ക് വലിയൊരു ഐ ഓപ്പണർ ആണ്. ഞാനിപ്പോ ഈ ഇന്നലെ കഴിഞ്ഞ ദിവസം പറഞ്ഞതിന് ശേഷം ഞാൻ ഒന്ന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ IRDA സൈറ്റ് ഒക്കെ എടുത്തു നോക്കി കഴിഞ്ഞപ്പോൾ കണ്ട ഒരു വലിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2020-21 നമ്മളുടെ ഓൾവേസ് എല്ലാ കമ്പനിയും 23-24 കമ്പനീസാണ് ലൈഫ് ഇൻഷുറൻസ് പ്ലേയേഴ്സ് ആയിട്ടുള്ളത്. ഇവരെല്ലാരും കൂടി ചേർന്ന് ക്ലെയിം സെറ്റിൽ ചെയ്തത് 2020-21 ക്ലെയിം സെറ്റിൽ ചെയ്തത് 10,95,113 പേരെയാണ് ക്ലെയിം സെറ്റിൽ ചെയ്തത്. ടേം പ്ലാൻ മാത്രമല്ല, ഇൻക്ലൂഡിങ് സേവിംഗ് പ്ലാൻ ഉൾപ്പെടെയുള്ള പ്ലാനുകളുടെ ക്ലെയിം സെറ്റിൽ ചെയ്തത് 11 ലക്ഷം ആളുകളാണ് മരിച്ചിട്ടുള്ളത് 2020-21. നമുക്കറിയാം 2020-21 പാൻഡമിക്കിന്റെ ഒരു സമയമായിരുന്നു. ഓഫ് കോഴ്സ് കൂടുതൽ ആൾക്കാർ മരിക്കാനുള്ള സാധ്യതകൾ ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ചിന്താഗതി വെച്ചിട്ടാണ് നമ്മൾ ചിന്തിക്കുന്നത്. സോ ടോട്ടൽ സെറ്റിൽഡ് എമൗണ്ട് 27,772 കോടിയാണ് സെറ്റിൽ ചെയ്തത്. എമൗണ്ട് ഇൻഷുറൻസ് കമ്പനീസ് എല്ലാവരും കൂടി സെറ്റിൽ ചെയ്തത് ഏകദേശം 28,000 കോടി രൂപയുടെ അടുത്താണ് സെറ്റിൽ ചെയ്തത്. സോ 2021-22 വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ വിചാരിക്കും ക്ലെയിം കുറയുന്നു. സോ ക്ലെയിം കൂടാനുള്ള ഒരു കാരണം ഞാൻ ഇന്റർപ്രറ്റ് ചെയ്യുന്നത്, ഒന്ന്, ആളുകൾ കൂടുതൽ പോളിസീസ് എടുത്തിട്ടുണ്ടാവും. സോ ട്രെൻഡിങ് ഈസ് ടേം ഇൻഷുറൻസ് ഇപ്പൊ പോപ്പുലർ ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. കാരണം ആഫ്റ്റർ പോസ്റ്റ് കോവിഡ് ടേം പ്ലാൻ ഈസ് പോപ്പുലർ. സോ അതുകൊണ്ട് തന്നെ കൂടുതൽ വ്യക്തികൾ എടുത്തിട്ടുണ്ടാവാം. പക്ഷെ സ്റ്റിൽ ആ സമയത്ത് 2021-22 ഏകദേശം 16,05,869 കേസസ് ആണ് റിപ്പോർട്ട് ചെയ്തപ്പെട്ടത്. അതായത് ക്ലെയിം കൊടുത്തത്, റിപ്പോർട്ട് ചെയ്തതല്ല, ക്ലെയിം കൊടുത്തത്. സോ ഏകദേശം 16 ലക്ഷത്തിന് മുകളിലാണ് ക്ലെയിം ആൾക്കാർ വന്നത്. സോ ടോട്ടൽ സെറ്റിൽഡ് നേരെ ഇരട്ടിയായി, ഏകദേശം ഇരട്ടിക്ക് അടുത്തായി. ഇരട്ടിയായില്ലെങ്കിലും നല്ലൊരു രീതിയിൽ ക്ലെയിം സെറ്റിൽഡായി. ഏകദേശം 47,457 കോടിയുടെ ക്ലെയിമാണ് സെറ്റിൽമെന്റ് വന്നത്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ എപ്പോഴും നമ്മൾ ഫിനാൻഷ്യലി സെക്യൂർഡ് ആവാനായിട്ട് ആളുകൾ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ ടേം പ്ലാൻ നോക്കുന്നതാണ്. ഫിനാൻഷ്യൽ പിരമിഡിൽ നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് ടേം പ്ലാനും ഹെൽത്ത് ഇൻഷുറൻസും. അപ്പൊ ആ ഒരു ഫിനാൻഷ്യൽ പിരമിഡിൽ ഇതൊരു വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. കാരണം ഡേ ബൈ ഡേ അല്ലെങ്കിൽ ഇയർ ഓൺ ഇയർ ക്ലെയിം കൂടിക്കൊണ്ടിരിക്കുകയാണ്. സോ വാട്ട് വിൽ ഹാപ്പൺ വെൻ ക്ലെയിം ഇൻക്രീസിങ്? വാട്ട് വിൽ ഹാപ്പൺ? എന്ത് സംഭവിക്കും? നമ്മളെ പ്രീമിയംസ് കൂടും. വൺസ് എടുത്ത ആൾക്കാർക്ക് പ്രീമിയം കൂടില്ല.
വൺസ് ഓൾറെഡി ഇപ്പൊ 30,000 എടുത്ത ഒരു വ്യക്തിക്ക് നമ്മൾ നേരത്തെ കണ്ട അജയ്ക്കാണെങ്കിലും അല്ലെങ്കിൽ തൊമ്മിച്ചനാണെങ്കിലും ഈ പ്രീമിയം വൺസ് എടുത്തു കഴിഞ്ഞാൽ, ഞാൻ ഇന്ന് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് 30,000 ആണെങ്കിൽ എനിക്ക് അടുത്ത 85 വയസ്സ് വരെ എനിക്ക് 30,000 അടച്ചാൽ മതി. അല്ലെങ്കിൽ ഞാൻ 10 വർഷത്തെയാണ് അടയ്ക്കുന്നെങ്കിൽ അടുത്ത 10 വർഷം ഞാൻ എത്രയാണോ അടയ്ക്കുന്നത് അത് അടച്ചാൽ മതി. പക്ഷെ പുതിയതായിട്ട് എൻട്രി വരുന്ന ആൾക്കാർക്ക് പ്രീമിയം കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എത്രയും ഫാസ്റ്റ് ആയിട്ട്, കാരണം മോർട്ടാലിറ്റി റേറ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ്, ഇന്ത്യയിൽ പോപ്പുലേഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ്, മോർട്ടാലിറ്റി റേറ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമുക്കറിയാം പോസ്റ്റ് കോവിഡിന് ശേഷമുള്ള ഒരുപാട് ഇഷ്യൂസ് വരുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം കൊണ്ട് ക്ലെയിംസ് കൂടുന്ന കാരണം ഇൻക്ലൂഡിങ് മാക്സ് ലൈഫ് ആൻഡ് അതർ ഇൻഷുറൻസ് കമ്പനീസ് എല്ലാവരും പ്രീമിയം കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ ഏപ്രിലും പ്രീമിയം കൂട്ടുന്നുണ്ട്. അതുപോലെ തന്നെ സെപ്റ്റംബർ വരുമ്പോൾ പ്രീമിയം കൂടുന്നുണ്ട്. ഇതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റീഇൻഷുറർ എന്ന് പറയും. അതായത് നമ്മൾ ഈ ഒരു ഇൻഷുറൻസ് കൊടുക്കുന്ന സമയത്ത് റീഇൻഷുറർ ഈ ഒരു പ്രീമിയത്തിന്റെ ചെറിയൊരു പോർഷൻ റീഇൻഷുറർ എന്ന് പറഞ്ഞത്, അതായത് മറ്റൊരു കമ്പനിക്ക് ഇതിന്റെ റിസ്ക് ട്രാൻസ്ഫർ ചെയ്യും. ആ റിസ്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അവർ പ്രീമിയം കൂട്ടുന്നുണ്ട്, കാരണം ടോട്ടാലിറ്റിയിൽ ക്ലെയിംസ് കൂടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ആരെങ്കിലും ഈ ഒരു ടേം പ്ലാനിനെ കുറിച്ചുള്ള ഇമ്പോർട്ടൻസ് എല്ലാം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒട്ടും ടൈം വേസ്റ്റ് ആക്കാതെ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ നിങ്ങളൊരു ഡിസിഷൻ എടുത്തിട്ട് മുന്നോട്ട് പോവാം. കാരണം ഒന്നാമത്തെ കാര്യം നമ്മുടെ ഫാമിലിനെ സെക്യൂർഡ് ആക്കണം. രണ്ടാമത്തെ കാര്യം നമ്മളെ പ്രീമിയം ഗ്യാരണ്ടീഡ് ആണ്. സാധാരണ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി പോലെയല്ല, ടേം പ്ലാനിൽ എപ്പോഴും പ്രീമിയം വൺസ് എടുത്തു കഴിഞ്ഞാൽ ആ പ്രീമിയം ലൈഫ് ലോങ് ഗ്യാരണ്ടീഡ് ആണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്, റൈഡേഴ്സ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ നിങ്ങൾക്ക് ടാക്സ് ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്, ഈ ബെനിഫിറ്റ്സ് എല്ലാം കിട്ടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ടേം പ്ലാൻസ് ഇനിയിപ്പോൾ ഈ വർഷത്തെ കാൽക്കുലേഷൻസോ അല്ലെങ്കിൽ സ്റ്റാറ്റിക്സും വരുമ്പോൾ നമുക്കറിയാം ഇതിൽ കൂടുതലായിരിക്കും എന്തായാലും ക്ലെയിംസ് വന്നിട്ടുണ്ടാവുക എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് വെക്കുന്നു, നിങ്ങളിത് മനസ്സിലാക്കി വെക്കുക. സോ ഗോയിങ് ഫോർവേഡ് നമ്മുടെ ഫാമിലി എല്ലാവരും സുരക്ഷിതരായിട്ട് ഇരിക്കട്ടെ. ഒരിക്കലും നമുക്ക് ഒരു മോശം അനുഭവം വരാൻ വേണ്ടിയിട്ടല്ല ടേം പ്ലാൻ എടുക്കേണ്ടത്. നമുക്ക് എന്തെങ്കിലും ഒരു അൺസർട്ടനിറ്റി വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലിനെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യണം. സോ ലൈക്ക് തൊമ്മിച്ചൻ ചെയ്ത പോലെ ചെറിയ പ്രീമിയത്തിൽ വലിയൊരു തുകയ്ക്ക് പ്രൊട്ടക്ട് ചെയ്യാനായിട്ടുള്ള ഒരു അവസരമാണ്. നിങ്ങളുടെ ഏറ്റവും കൂടുതൽ നിങ്ങളുടെ അടുത്ത ബന്ധുക്കൾ അല്ലെങ്കിൽ അടുത്ത റിലേറ്റീവ്സ് എല്ലാവർക്കും ഇതൊരു എഡ്യൂക്കേഷൻ ആയിട്ട് കൊടുക്കുക. നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങൾ കൂടുന്ന സമയത്താണെങ്കിലും ഇത് എടുത്തു വെക്കാനായിട്ട് നിർബന്ധപൂർവ്വം പറയാം. മാക്സ് ലൈഫിൽ എസ്പെഷ്യലി ഇതിന്റെ പ്രീമിയം റേറ്റ്സ് എല്ലാം കുറവാണ്. അപ്പൊ അവർക്ക് അതിന്റെ ഒരു എക്സ്ട്രാ ഒരു ബെനിഫിറ്റ് ഉണ്ട്, അതുപോലെ ഒരുപാട് എക്സ്ട്രാ ബെനിഫിറ്റ്സ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് എല്ലാവരുടെ അടുത്തും ഇത് നിങ്ങൾ ചർച്ച ചെയ്യുക, ഇത് അവർക്ക് കൂടുതൽ ആൾക്കാരിലേക്ക് ഇത് എത്തിക്കുക. ആസ് പെർ IRDAയുടെ ഒരു വിഷൻ എന്ന് പറയുന്നത് 2047 ആകുമ്പോൾ കൂടുതൽ ആൾക്കാരെ ഇൻഷുറൻസ് കവേർഡ് ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി 100 വർഷം കഴിയുമ്പോൾ, 1947 സ്വാതന്ത്ര്യം കിട്ടിയത്, 2047 ആകുമ്പോൾ 100 വർഷത്തിലേക്ക് എത്തും. ആ 100 വർഷം കഴിയുമ്പോൾ മാക്സിമം ആളുകൾ കവേർഡ് ആയി ഇരിക്കുക, ഫിനാൻഷ്യലി സെക്യൂർഡ് ആയിരിക്കുക എന്നാണ് IRDAയുടെ വിഷൻ. ആ വിഷനിലേക്ക് എല്ലാവരും ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുക. പ്രിമിസൻ സാറിനെ പോലെയും രഞ്ജിത്തിനെ പോലെയും ഇവരെല്ലാം ചെയ്യുന്ന ഒരു നല്ലൊരു പ്രവൃത്തിയാണ്. കാരണം നിങ്ങളിലേക്ക് ഇതിന്റെ ഒരു അവയർനെസ് എത്തിക്കാനായിട്ട് ആണ് ഇന്നൊരു സെഷൻ വെച്ചത്. അവയർനെസ് മറ്റുള്ളവരിലേക്ക് നിങ്ങൾ എത്തിക്കുക. ഇനിയുള്ള വെബിനാർസിലും നിങ്ങൾ അവരെ പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കുക, നിങ്ങൾ അവരെ ഇൻവൈറ്റ് ചെയ്യിപ്പിക്കുക. സോ ഐ എം എൻഡിങ് ദിസ് സെഷൻ. So if you have any doubts or clarification, you can ask me. So I will ending the session. So thanks for giving this opportunity. So Premisan and Ranjit and entire Dias team, thank you.